രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് അഷ്ടമിച്ചിറ അവതരിപ്പിക്കുന്ന മാളാവിഷൻ പടനിലം 2020 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് അഷ്ടമിച്ചിറ. കോ സ്പോൺസേഴ്സ് CK കൺസ്ട്രക്ഷൻസ്, CK ജോൺസൺ മേലടൂർ, ഇല്ലിക്കൽ സ്വീറ്റ്സ് മാള, നീം കെയർ ഹോസ്പിറ്റൽ മാള, ആദർശ് TVS മാള, കിവീസ് കർട്ടൻസ് കൊമ്പടിഞ്ഞാമക്കൽ, സരസ്വതി വിദ്യാലയം പൂപ്പത്തി. രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് അഷ്ടമിച്ചിറ അവതരിപ്പിക്കുന്ന മാളാവിഷൻ. അഴകിവളിൽ പൊന്നായി പെയ്തതാര്, വധു ഇവളിൻ മോഹം കണ്ടതാര്, ഇനിവളെ എന്നും സുന്ദരിയാക്കും പെണ്ണിവളിൻ കൂട്ടായി കൂടെ അവളറിയുന്നു രമ്യ, അവളണിയുന്നു രമ്യ. ആത്മബന്ധങ്ങൾക്കൊപ്പം സുവർണ മൂല്യങ്ങളോടെ രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, രമ്യ ആർക്കേഡ്, അഷ്ടമിച്ചിറ. പഴമയും പുതുമയും ഒരുപോലെ സമന്വയിപ്പിച്ച് ഒട്ടനവധി ആരാധനാലയങ്ങൾ നൂതനവും മനോഹരവുമായ ഡിസൈനുകളിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിർമ്മിച്ചു നൽകുന്നു. CK കൺസ്ട്രക്ഷൻസ്. ക്രിസ്ത്യൻ ചർച്ചുകൾ, ഓഡിറ്റോറിയങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്നിവയ്ക്ക് പുറമെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്കും ഞങ്ങൾ സാക്ഷാത്കാരമേകുന്നു. വർഷങ്ങളുടെ അനുഭവ സമ്പത്തും വിദഗ്ധരായ തൊഴിലാളികളുടെ മികച്ച സർവീസും CK കൺസ്ട്രക്ഷൻസിന്റെ മാത്രം പ്രത്യേകതയാണ്. പ്ലാൻ, എസ്റ്റിമേഷൻ, സൂപ്പർവിഷൻ, 3D വാക്ക് ത്രൂ, ലാൻഡ്സ്കേപ്പ്, പ്രോജക്ട് മാനേജ്മെന്റ് ആൻഡ് ലേബർ കോൺട്രാക്ട് തുടങ്ങിയ സേവനങ്ങളും CK കൺസ്ട്രക്ഷൻസ്, മേലടൂർ, മാള. കോൺടാക്ട് CK ജോൺസൺ, ചക്കാലക്കൽ. ഫോൺ 9846185730. ഇല്ലിക്കൽ സ്വീറ്റ്സ്. മനസ്സറിയുന്ന രുചിഭേദങ്ങളുടെ പുത്തൻ രസക്കൂട്ടുമായി ഇല്ലിക്കൽ സ്വീറ്റ്സ് എന്നും നിങ്ങൾക്കൊപ്പം. വ്യത്യസ്തമാർന്ന കേക്കുകൾ കൊണ്ട് നമ്മെ ആനന്ദിപ്പിച്ച ഇല്ലിക്കൽ സ്വീറ്റ്സ് ഇപ്പോഴിതാ കൂടുതൽ മനോഹരമായ വെഡിംഗ് കേക്ക്സ്, ബർത്ത്ഡേ കേക്ക്സ്, ക്രിസ്മസ് കേക്ക്സ് എന്നിവ വേറിട്ട ഡിസൈനുകളിൽ കൊതിയൂറുന്ന സ്വാദോടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നു. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാർ ചെയ്ത സ്വാദിഷ്ടമായ ചിപ്സ് രുചിയുടെ പുത്തൻ അനുഭവം പങ്കുവയ്ക്കുന്നു. മധുരം ഇഷ്ടപ്പെടുന്നവർക്കായി ഒട്ടനവധി സ്വീറ്റ് വെറൈറ്റീസ്. ഇതിനു പുറമെ ഫ്രഷ് ഫ്രൂട്ട്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഐസ്ക്രീംസ്. സ്വാദിന്റെ തനിമയോടൊപ്പം വർഷങ്ങളുടെ മാധുര്യവും. ഇല്ലിക്കൽ സ്വീറ്റ്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, മാള. എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നു. നീം കെയർ ഹോസ്പിറ്റൽ, മെയിൻ റോഡ്, മാള. 30ഓളം വിദഗ്ധരായ ഡോക്ടർമാരും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, എല്ലുരോഗ വിഭാഗം, ഗൈനക്കോളജി വിഭാഗം, ജനറൽ, ലാപ്രോസ്കോപ്പിക് ആൻഡ് ഗ്യാസ്ട്രോ സർജറി, ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG, ലബോറട്ടറി. എല്ലാവിധ സർജറികൾക്കും ട്രീറ്റ്മെന്റുകൾക്കും കുറഞ്ഞ നിരക്കും മികച്ച സേവനവും വാഗ്ദാനം നൽകുന്നു. എല്ലാ വിഭാഗങ്ങളിലെ ചികിത്സകൾക്കും പ്രത്യേക രോഗനിർണയ പാക്കേജ്. 24 അവേഴ്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ, ICU, ഡിജിറ്റൽ എക്സ്റേ, ലാബ്, ഫാർമസി, ആംബുലൻസ്. നീം കെയർ ഹോസ്പിറ്റൽ, മെയിൻ റോഡ്, മാള. ഫോൺ 04802894417, 9526008881. കിവി ഇന്റീരിയേഴ്സ്. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിന് അനുയോജ്യമായ കർട്ടൻ ബ്ലൈൻഡ്സ്, കർട്ടൻ ബ്ലെൻഡ്സ്, ഗ്രാസ് കാർപ്പറ്റ്, വാൾപേപ്പർ, ഇന്റീരിയേഴ്സ് കൂടാതെ നവീന രീതിയിലുള്ള ദിവാൻ, സെറ്റി, ഡൈനിങ് ടേബിൾ, കട്ടിൽ തുടങ്ങിയ ഫർണിച്ചറുകളും വിവിധ കമ്പനികളുടെ ബെഡുകളും ഗുണമേന്മയിലും കുടുംബ ബജറ്റിന് അനുയോജ്യമായ വിധത്തിലും ലഭ്യമാക്കാൻ കൊമ്പൊടിഞ്ഞാമാക്കൽ സെന്റ് മേരീസ് പള്ളിയുടെ എതിർവശത്തുള്ള AVM കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കിവി ഇന്റീരിയേഴ്സ് സന്ദർശിക്കുക. ഞങ്ങളുടെ മുഖമുദ്ര ഗുണമേന്മ, വിശ്വസ്തത, കൃത്യനിഷ്ഠ. കിവി ഇന്റീരിയേഴ്സ്, AVM കോംപ്ലക്സ്, ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച്, കൊമ്പൊടിഞ്ഞാമാക്കൽ. ഫോൺ 9846515112, 9447555512. ത്രിതല പഞ്ചായത്തിലേക്കുള്ള ഈ സമയത്ത് ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും ഗ്രാമപഞ്ചായത്തിലേക്കുമായി നിരവധി വാർഡുകളിലും ഡിവിഷനുകളുമായി നിരവധി പേരാണ് മത്സര രംഗത്തുള്ളത്. മാളാവിഷൻ ഇന്ന് പടനിലം 2020 പരിശോധിക്കുകയാണ്. നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയുടെ കാതലായ ആർക്കൊക്കെ എങ്ങനെയൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ വികസനവും അധികാര വികേന്ദ്രീകരണവും സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് എന്ന്. ഇന്ന് പടനിലം 2020 പരിശോധിക്കുന്നത് വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലേക്കാണ്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ വ്യക്തമായി അറിയുന്ന 3 പ്രതിനിധികളാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്.
രമ്യ ജ്വല്ലറി അഷ്ടമിച്ചിറ അവതരിപ്പിക്കുന്ന മാളാവിഷൻ പടനിലം 2020 ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ സ്പോൺസർമാർ CK കൺസ്ട്രക്ഷൻ, CK ജോൺസൺ മേലടൂർ, ഇല്ലിക്കൽ സ്വീറ്റ്സ് മാള, നീം കെയർ ഹോസ്പിറ്റൽ മാള, ആദർശ് TVS മാള, TV കർട്ടൻസ് കൊമ്പടിഞ്ഞാമക്കൽ, സരസ്വതി വിദ്യാലയം പൂപ്പത്തി എന്നിവരാണ്. ഒരിക്കൽ കൂടി ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രതിനിധികളെ പരിചയപ്പെടുത്തുകയാണ്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിന് ഒട്ടേറെ ആ മണ്ണിനെ തിരിച്ചറിയുന്ന 3 പ്രതിനിധികളാണ് ഇവർ. CPIM LDFിന് വേണ്ടി CPIMന്റെ ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ M രാജേഷ്, കോൺഗ്രസിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ വെള്ളാങ്കല്ലൂർ മണ്ഡലം പ്രസിഡന്റ് A മുസമ്മിൽ, NDAക്ക് വേണ്ടി BJPയുടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ശ്രീ ഷാലി വഴിമടക്കൽ എന്നിവരാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ. ആദ്യം വെള്ളാങ്കല്ലൂരിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷം വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. അപ്പോൾ പിന്നിട്ട 5 വർഷങ്ങളെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് ശ്രീ M രാജേഷ് 5 മിനിറ്റ് കൊണ്ട് വളരെ ചുരുക്കി നമ്മോട് സംസാരിക്കും. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വളരെയേറെ അഭിമാനത്തോടു കൂടിയിട്ടാണ്. ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിലും വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിലും തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണമായിരുന്നു. ഈ 3 സംവിധാനങ്ങളിൽ നിന്ന് കൂടാതെ കൊടുങ്ങല്ലൂരിൻ്റെ MLAയുടെ ഫണ്ടിൽ നിന്നുൾപ്പെടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിവിധ പദ്ധതികളിൽ നിന്നുൾപ്പെടെ 150 കോടി രൂപയിലേറെ വരുന്ന വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലം വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് സംഘടിപ്പിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ഓരോ പദ്ധതികളെ സംബന്ധിച്ച് അതിൻ്റെ തുകയെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു വികസന രേഖ തയ്യാറാക്കി പഞ്ചായത്ത് ഭരണസമിതി പഞ്ചായത്തിനകത്തെ മുഴുവൻ വീടുകളിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതിയുമായി ബന്ധപ്പെട്ട് 250ഓളം വരുന്ന ആളുകൾക്ക് വീട് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ സംഗതിയാണ്. അതുപോലെ തന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടക്ക് 15 കോടിയിലേറെ തുകയാണ് കുടുംബശ്രീക്ക് വേണ്ടി വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ചെലവഴിക്കപ്പെട്ടിട്ടുള്ളത്. 350ഓളം വരുന്ന കുടുംബശ്രീ സംഘങ്ങളിലെ 5000ഓളം വരുന്ന സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള വലിയൊരു സംവിധാനമാണ് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ കുടുംബശ്രീ. വെള്ളാങ്കല്ലൂരിലെ സ്കൂളുകളുടെ വികസനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം, ഏക ഗവൺമെൻറ് ഹൈസ്കൂൾ കരുപ്പെടുന്ന ഗവൺമെൻറ് ഹൈസ്കൂളാണ്. 5 കോടി രൂപ ചെലവഴിച്ചുള്ള കെട്ടിടം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്കൂളിനെ ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനം. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും അധികം LP UP സ്കൂളുകളുള്ള പഞ്ചായത്താണ്. കോണത്തുകുന്ന് ഗവൺമെൻറ് UP സ്കൂളിലും വള്ളിവട്ടം ഗവൺമെൻറ് UP സ്കൂളിലും വെള്ളാങ്കല്ലൂർ ഗവൺമെൻറ് UP സ്കൂളിലും ഏതാണ്ട് കോടിക്കണക്കിന് രൂപ വില വരുന്ന കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർഷിക മേഖലയിലായാലും മറ്റെല്ലാ മേഖലയിലായാലും തൊഴിലുറപ്പ് രംഗത്ത് വലിയ സംഖ്യ ചെലവഴിക്കപ്പെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ക്രമീകരണത്തിൽ ഉൾപ്പെടെ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ അതിൻ്റെ ആസ്ഥാന മന്ദിരം ഈ കാലഘട്ടത്തിനനുസൃതമായ രീതിയിലേക്ക് പുതുക്കി പണിത് ഉദ്ഘാടനം നിർവഹിക്കാൻ ഈ ഭരണസമിതിയുടെ കാലഘട്ടത്തിലാണ് സാധിച്ചിട്ടുള്ളത്. അങ്ങനെ എണ്ണമറ്റ വികസന പ്രവർത്തനങ്ങൾ റോഡുകളുടെ കാര്യത്തിലാണെങ്കിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിൽ നിന്നടക്കം കോടിക്കണക്കിന് രൂപയുടെ റോഡുകൾ അനുവദിച്ച് ലഭിക്കുന്നതിന് വേണ്ടി ഭരണസമിതി ഇടപെട്ടിട്ടുണ്ട്. MLA, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളിൽ നിന്നുള്ള റോഡുകൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ വർഷവും വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് അതിൻ്റെ പദ്ധതി വിഹിതത്തിൽ വെച്ചുകൊണ്ട് നിരവധി റോഡുകളാണ് 21 വാർഡുകളിലും പണി പൂർത്തീകരിച്ചിട്ടുള്ളത്.
സാധാരണ ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിൽ ഭരണസമിതികൾക്ക് നേരിടേണ്ടി വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം വെള്ളത്തിൻ്റെയും വൈദ്യുതിയുടെയും അതുപോലെ തന്നെ റോഡിൻ്റെയും വികസനവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളാണ്. ഈ തിരഞ്ഞെടുപ്പിൽ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിനകത്ത് ഈ 3 കാര്യങ്ങളും ഒരു ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജലനിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ വളരെ നല്ല രീതിയിൽ ക്രമീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ, റോഡുകളുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. വൈദ്യുതിയുടെ കാര്യത്തിലാണെങ്കിൽ എല്ലാ റോഡുകളിലേക്കും സ്ട്രീറ്റ് മെയിൻ വലിക്കുന്നതിനും മറ്റു കാര്യങ്ങൾക്കും അതുപോലെ തന്നെ തെരുവുവിളക്ക് കത്തിക്കുന്നതിനുമൊക്കെ ഈ ഭരണസമിതിക്ക് ഇടപെടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ നേട്ടങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത്. വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആസ്ഥാനം വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്താണ് എന്നുള്ള നിലയിൽ തന്നെ ഒരുപാട് വികസന കാര്യങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടും നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. വെള്ളാങ്ങല്ലൂർ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ 1 കോടി രൂപ വില വരുന്ന കെട്ടിടം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നത്. അതുപോലെ തന്നെ മറ്റ് നിരവധി പദ്ധതികൾ. തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലാണ് കരൂപ്പടന്ന ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മറ്റ് വികസന കാര്യങ്ങൾ, അതിൻ്റെ ചുറ്റുമതിൽ, അതിൻ്റെ കവാടം, അതിൻ്റെ ടോയ്ലറ്റ് സംവിധാനങ്ങൾക്കൊക്കെ വേണ്ടി ലക്ഷക്കണക്കിന് ഉറുപ്പികയാണ് അവിടെ ചെലവഴിച്ചിട്ടുള്ളത്. പാലേരിയിലെ 1-ാം വാർഡിൽ കുറിഞ്ഞാലി പാലം 2 പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന 35 ലക്ഷം രൂപ ചെലവ് വരുന്ന ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള പാല നിർമ്മാണത്തിൻ്റെ കാര്യം. വെള്ളാങ്ങല്ലൂരിലെ 2 പഞ്ചായത്ത് ഗ്രൗണ്ടുകളിൽ, വെള്ളാങ്ങല്ലൂരിലുള്ള പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ മിനി ഇൻഡോർ സ്റ്റേഡിയം, താണിയത്തക്കുന്നിലുള്ള പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ മറ്റേ ഗാലറി ഉൾപ്പെടെയുള്ള സ്റ്റേജ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട്, അങ്ങനെ തുടങ്ങി എല്ലാ നിലയിലും 5 പുതിയ അംഗൻവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് രൂപയുടെ വികസനം, ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ 5 കൊല്ലക്കാലത്തിനിടയിൽ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള അഭിമാനത്തോട് കൂടിയിട്ടാണ്. അത്രയധികം അഭിമാനത്തോടു കൂടിയാണ് മുസമ്മിൽ 150 കോടിയുടെ വികസന പദ്ധതികൾ കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പാക്കാൻ സാധിച്ചു. പ്രത്യേകം എടുത്തു പറയുക, ലൈഫിൽ 250 വീട് എന്നാണ് ശ്രീ എം രാജേഷ് ചൂണ്ടിക്കാണിച്ചത്. അതുപോലെ കുടുംബശ്രീക്ക് വേണ്ടി 15 കോടി മാറ്റിവെച്ചു. താഴെത്തട്ടിൽ തീർത്തും വികസനവും ക്ഷേമവുമായ ഒരു നിരവധി കാര്യങ്ങൾ വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് രാജേഷ് പറയുന്നത്. നിങ്ങളെങ്ങനെയാണ് പ്രതിപക്ഷം എന്ന നിലയ്ക്ക് അതിനെ കാണുന്നത്? തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ ചെന്നാൽ മാത്രമേ നമുക്കത് നേരിട്ട് അറിയാൻ കഴിയുകയുള്ളൂ. ഗ്രാമീണ റോഡുകൾ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അത് പെഴുങ്കാട് വാർഡായിരുന്നാലും പ്രതിപക്ഷം മെമ്പർമാരായിട്ടുള്ള വാർഡുകളിൽ തികച്ചും സ്വജനപക്ഷമായ രീതിയിൽ അവിടെ വികസനം എത്തിക്കാതെ ആ വാർഡുകളെ അവഗണിച്ചുകൊണ്ട് ഒരു കാര്യമാണ് വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ നടപ്പിൽപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ കോവിഡ് മഹാമാരി കാലത്തും പ്രളയത്തിൻ്റെ കാലത്തും സുമനസ്സുകൾ സംഭാവന ചെയ്ത സാധന സാമഗ്രികളെ പോലും കോണത്തക്കുന്നിലെ കുത്തക വ്യാപാരിക്ക് മറിച്ചു വിറ്റുകൊണ്ട് അത് സുമനസ്സുകളുടെ പ്രളയം മുതൽ തട്ടിയെടുത്ത് മറിച്ചു വെക്കുന്ന അഴിമതിയുള്ള ഒരു ഭരണകൂടം. തികച്ചും അഴിമതി, എവിടെ നോക്കിയാലും അഴിമതി. സുരഭിലം പദ്ധതി നോക്കിയാൽ കോണത്തക്കുന്നിൻ്റെ പഞ്ചായത്തിൻ്റെ തൊട്ടപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പോലും ഇന്നും മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്ന അവസ്ഥ. തിരിഞ്ഞു നോക്കാൻ ആളില്ലാതെ സുരഭിലം പദ്ധതിയുടെ വ്യാപക ക്രമക്കേട്. എങ്ങനെയാണ് അതിൻ്റെ ഫണ്ട് പുറത്തുവിടുന്നില്ല, എങ്ങനെയാണ്, ആർക്കാണ് മറിച്ചു വിറ്റത്, ആർക്കാണ് അതിൻ്റെ നമ്മൾ ടെൻഡർ കൊടുത്തത്, ഒന്നും അറിയാതെ സുരഭിലം പദ്ധതി വ്യാപക ക്രമക്കേട്, സ്വന്തക്കാരെ കുത്തി നിറച്ചുകൊണ്ടുള്ള ഒരു ഭരണ വ്യവസ്ഥിതി. ഒപ്പം തന്നെ കോവിഡ് മഹാമാരി സമയത്ത് കമ്മ്യൂണിറ്റി കിച്ചനെ പോലും സ്വന്തം പാർട്ടിക്കാരെ DYFIക്കാരെ മാത്രം വിളിച്ചുകൊണ്ട് സന്നദ്ധ സേനയിൽ നിന്നും യൂത്ത് കോൺഗ്രസ്സുകാരെയും മറ്റ് യുവജന പ്രസ്ഥാനങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് DYFIയെ നിർത്തിക്കൊണ്ട് ഒരു പാർട്ടി പ്രവർത്തനമാക്കി മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഒപ്പം തന്നെ ജലനിധിയുടെ കാര്യമെടുത്താൽ സ്വന്തക്കാരെ കുത്തി നിറച്ച് സ്വന്തം വാർഡ് മെമ്പറുടെ ബന്ധുവിനെ പോലും ജലനിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തികച്ചും അന്യായമായ രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഒപ്പം മുസമ്മിൽ, ഞാൻ ഇടപെടുന്നു, ക്ഷമിക്കണം. രാജേഷ് പറഞ്ഞത് കഴിഞ്ഞ 5 വർഷത്തെ വികസന കാര്യങ്ങളെക്കുറിച്ചാണ്. മുസമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയമാണ്.
എങ്കിലും ഈ രാജേഷ് പറഞ്ഞതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? അത് ശരിയല്ല എന്ന് പറയാനുണ്ടോ? തീർത്തും വികസനമെത്താത്ത ഒരു പഞ്ചായത്താണ്. UDF അധികാരത്തിലെത്തിയാൽ ഇതിനെല്ലാം സംശുദ്ധ മാറ്റം വരുത്തിക്കൊണ്ട് തീർത്തും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ളൊരു മുന്നേറ്റത്തിന് ശ്രമിക്കും. സൽഭരണമാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. ഇടതുപക്ഷ ഭരണം കൊണ്ട് താറുമാറായ യുവജനങ്ങളിലേക്ക് മദ്യവും മയക്കുമരുന്നും നിർലോഭം എത്തുന്ന ഒരവസ്ഥ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ മേഖലയിലേക്ക് ഓരോ ഡെസ്റ്റിനേഷൻ ഓരോ മേഖല എടുത്തു നോക്കിയാലും ഗ്രാമാന്തരങ്ങൾ ഉള്ളറയിലേക്ക് പോലും നിർലോഭം മദ്യവും മയക്കുമരുന്നും എത്തുന്നു. ഇതിന് തടയിടാൻ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയോ മറ്റുള്ള നിയമവ്യവസ്ഥിതിയോ ഇല്ലാതെ ജനങ്ങളിലേക്ക് എത്തുന്ന അവസ്ഥ, ഇതിനൊരു പരിഹാരമാണ് UDF മുന്നോട്ട് വയ്ക്കുന്നത്. തീർത്തും UDF വന്നാൽ ഒരു സൽഭരണം ജനങ്ങൾക്കും സമൂഹത്തിനും ഉപകാരമായ രീതിയിലുള്ള മുന്നൊരുക്കം ഞങ്ങൾ നടത്തും. ഞങ്ങൾക്കതിന് അവകാശം നിങ്ങൾ തരണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത്. മനസ്സിലായി. UDFും LDFും ഇടതും വലതും മാറി മാറി ഭരിച്ച ഒരു ഗ്രാമപഞ്ചായത്തായിരുന്നു വെള്ളാങ്കല്ലൂർ. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2015 തെരഞ്ഞെടുപ്പിൽ ശക്തമായി ഒരു BJPയുടെ ഒരു പ്രാതിനിധ്യം ആദ്യമായി വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലുണ്ടായി. പ്രതിപക്ഷത്ത് BJPയുടെ സാന്നിധ്യവുമുണ്ട്. ഇത്തവണ BJP അവകാശപ്പെടുന്നത് കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കുമെന്നാണ്. ഞാൻ അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് പിന്നെ വരാം. ശ്രീ M രാജേഷ് പറഞ്ഞു 150 കോടിയിൽ പരം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന്. മുസമ്മിൽ അതിന് മറുപടി പറയുന്നത് കെടുകാര്യസ്ഥതയും അഴിമതിയെയും മറ്റും ചൂണ്ടിക്കാട്ടിയാണ്. നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത് കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ? കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെക്കുറിച്ച് ഇപ്പോൾ ശ്രീമാൻ രാജേഷ് ഏട്ടൻ പറഞ്ഞതിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ള ഇതൊരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വാചാലനായി പറഞ്ഞു. പഞ്ചായത്തിൻ്റെ മൂക്കിൻ്റെ താഴ്ത്തിരിക്കുന്ന കേരളത്തിലെ നെല്ലയിൽ തന്നെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോണത്തുകുന്ന് UP സ്കൂളിൻ്റെ അവസ്ഥ, 106 വർഷം പഴക്കമുള്ള ആ കെട്ടിടത്തെ പുനർനിർമ്മിക്കാനായിട്ട് ഇപ്പോഴാണ് സർക്കാരിന് സാധിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് ഭരണസമിതി അതിനുവേണ്ടി എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ചെയ്തതിലുള്ള തെറ്റുകളാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കേരള സംസ്ഥാന സർക്കാർ കോണത്തുകുന്ന് UP സ്കൂളിന് വേണ്ടി 1 കോടി രൂപ ആദ്യം പാസ്സാക്കി. മാർച്ചിന് മുൻപ് ആ പദ്ധതി ഇംപ്ലിമെൻ്റ് ചെയ്യണമെന്ന് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥ വൃന്ദത്തിനും സർക്കാർ ഉത്തരവുണ്ടായി. കിഫ്ബിയിൽ നിന്ന് എറണാകുളത്ത് നിന്ന് എഞ്ചിനീയർ ഇവിടെ വന്ന സമയത്ത് നമ്മുടെ എഞ്ചിനീയർമാരുടെ കുടുംബ സദസ്സിന് പോയി. എന്നിട്ട് ഈ എഞ്ചിനീയറേയും കൂട്ടി കിഫ്ബിയുടെ ഓഫീസിലേക്ക് വിദ്യാലയത്തിന് വേണ്ടി, ഞാൻ ആ വിദ്യാലയത്തിൽ PTA വൈസ് പ്രസിഡന്റ് കൂടിയാണ്, എഞ്ചിനീയറേയും കൂട്ടി വിദ്യാലയത്തിൻ്റെ ചെലവിൽ പോയി 2 എഞ്ചിനീയർമാരെയും കൂട്ടി ഇരുത്തി സംസാരിപ്പിച്ച് അന്ന് കിഫ്ബിയുടെ എഞ്ചിനീയർ പറഞ്ഞ കാര്യമാണ് എത്രയും പെട്ടെന്ന് സ്കെച്ചും പ്ലാനും പാസ്സാക്കി മാർച്ചിനുള്ളിൽ ഈ പരിപാടി ഇംപ്ലിമെൻ്റ് ചെയ്യണം. അത് നടന്നിട്ടുള്ള സ്ഥലം, പുത്തഞ്ചിറയിൽ നടന്നിട്ടുള്ള സ്ഥലം ഈ എഞ്ചിനീയറേയും ആൾക്കാരെയും കൂട്ടിക്കൊണ്ടുപോയി കാണിച്ചു. 1 കോടി രൂപ കൊണ്ട് 3 നിലയിൽ 9 ക്ലാസ് റൂമുകൾ പണിയാം. അതിന് ആവശ്യമായ ബാത്റൂമുകളും അതിനോട് ഒരുമിച്ച് വരും. പക്ഷേ പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത കൊണ്ട് അത് ലാപ്സായി. ഇപ്പോൾ അവിടുത്തെ ബിൽഡിംഗ് പൊളിച്ചിട്ടുണ്ട്. കിഫ്ബിയുടെ ഫണ്ടിൽ നിന്ന് 2 കോടി രൂപയുടെ 2,28 ലക്ഷം രൂപയുടെ പദ്ധതിയായിട്ട് പൊളിച്ചിട്ടുണ്ട്. പക്ഷേ പൊളിച്ച് ഇത്ര നാളായിട്ടും അതിൻ്റെ വേണ്ടപ്പെട്ടവരൊന്ന് വിളിച്ചു വരുത്താനോ അതിനു വേണ്ടുന്ന അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനോ ഇതുവരെ ഭരണസമിതി തയ്യാറായിട്ടില്ല. ഇനി മറ്റൊരു കാര്യം, ഇവിടെ 5 വർഷത്തെ 100 മേനി വികസനരേഖ എന്ന് പറഞ്ഞൊരു വികസനരേഖ അവർ ഇറക്കിയിട്ടുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്നതാണ്. ഇത് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ വികസനം നടത്തിയതാണോ അതോ മൊത്തം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും കൂടിച്ചേർന്നതാണോ എന്ന് ഈ സാധനം വായിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. ഇതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഭാഗത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പല റോഡുകളും, ഇപ്പോൾ നമുക്കറിയാം കോണത്തുകുന്നിൽ നിന്ന് കിഴക്കോട്ട് പണിയുന്ന റോഡ് സംസ്ഥാന ഫണ്ടല്ല, പഞ്ചായത്തിൻ്റെ ഫണ്ടല്ല. വെള്ളാങ്കല്ലൂരിൽ നിന്ന് കിഴക്കോട്ട് പണിയുന്ന റോഡ് സംസ്ഥാന ഫണ്ടല്ല, ദേശീയപാത ഫണ്ടാണ്. ഇത് വായിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാവോ ഇത് ദേശീയപാത ഫണ്ടാണെന്ന്? പറയണോ ഇതിന് മറുപടി? ഒരാൾക്കും മനസ്സിലാവില്ല. എന്നും തെറ്റിദ്ധരിപ്പിക്കുക. ഇനി അദ്ദേഹം ശുദ്ധജലത്തിൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഓർമ്മയുണ്ടാവും, നമ്മുടെ പഞ്ചായത്തിൽ അമരിപ്പാടം എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, ചിരട്ടക്കുന്ന് അമരിപ്പാടം ഭാഗം. അവിടെ ഏത് സമയത്തും നിലം പൊത്താവുന്ന രീതിയിലുള്ളൊരു വാട്ടർ ടാങ്ക് ഉണ്ട്. കാലം കുറേ ആയ നാട്ടിലെ ജനങ്ങൾ പറയണത് പൊളിച്ചു മാറ്റി പുതിയതൊന്ന് പണിയണം. ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയില്ല. ജലനിധി പദ്ധതിക്ക് വേണ്ടി പൈപ്പിട്ട സമയത്ത് പഴയ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിൽ കൂടിയാണ് ഇന്നും വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്.
പൊതുജനങ്ങളുടെ പരാതി വന്നപ്പോൾ ഒരു 12 ലക്ഷം രൂപയ്ക്ക് പൈപ്പ് ഇറക്കി അമരിപ്പാടത്തെ ആശ്രമത്തിൻ്റെ മുമ്പിലുള്ള ഗ്രൗണ്ടിലിട്ടു. 2018 തുടക്കത്തിൽ. 2018 ഇവരുടെ സർക്കാർ കൊണ്ടുവന്ന പ്രളയജലം മുഴുവൻ ആ പൈപ്പിൽ കയറി കിടന്നു. 2019 അവിടെ കിടന്നു പൈപ്പ്. മണ്ണിൻ്റെ അടിയിലല്ല, പുറത്താണ്, മറക്കരുത്. 2020 ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇതിനെക്കുറിച്ച് ചോദിച്ചു വന്നപ്പോൾ ഇന്ന് ഈശ്വരാജിനെ കൊണ്ട് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ പൈപ്പേ കാണാനില്ല. ഈ പൈപ്പ് എവിടെ പോയിന്ന് ആർക്കും നിശ്ചയമില്ല. ഒരു വിഷയം. ഇനി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഞങ്ങളവിടെ ഭരിച്ചിട്ടില്ല എന്ന് അവതാരകൻ നേരത്തെ പറഞ്ഞു. 25 വർഷം മുമ്പ് മെറ്റൽ ചെയ്തൊരു റോഡ് ഇന്നും ടാറ് ചെയ്യാണ്ടുണ്ട് വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ. അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങൾ അഭിമാന പുരസ്സരമാണ് ജനങ്ങളോട് വോട്ട് ചോദിക്കാൻ ചെല്ലുന്നത്. 9ാം വാർഡിലെ മെമ്പർ വട്ടേക്കാട്ടുകാരെന്ന ദേശത്ത് പോയിട്ട് കഴിഞ്ഞ തവണത്തെ മെമ്പർ ഒരു വോട്ട് പോലും ചോദിക്കാൻ ധൈര്യം കാണിക്കുന്നില്ല. വട്ടേക്കാട്ടുകര, വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ വട്ടേക്കാട്ടുകരയെയും പുത്തഞ്ചിറ പഞ്ചായത്തിലെ കോവിലത്തുകുന്നിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റോഡുണ്ട്. 25 വർഷം മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ സാവിത്രി ചേച്ചി, വേണുചേട്ടൻ്റെ ഭാര്യ, മെമ്പർ ആയിരുന്ന സമയത്ത് മെറ്റൽ ചെയ്ത റോഡാണ്. ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. ബഹുമാനപ്പെട്ട എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ കാര്യം അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ നാട്ടുകാർ മുഴുവൻ ഒപ്പിട്ടിട്ടുള്ളൊരു വിശാലമായ ഒരു ഞങ്ങളുടെ അപേക്ഷ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ട് നാളിതുവരെ ഒരാളും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുപോലെ ഈ റോഡിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. ഗെയിൽ ഗ്യാസ് ലൈൻ്റെ പദ്ധതി വന്ന സമയത്ത് ഈ റോഡ് മുഴുവൻ പൊളിഞ്ഞുപോയി. അതിലുണ്ടായിരുന്ന കലങ്കും റോഡും എല്ലാം പൊളിഞ്ഞുപോയി. ഗെയിലിൽ നിന്ന് ഈ റോഡ് പണിയാൻ പൈസ കിട്ടി. ഈ പൈസ എവിടെ പോയി എന്ന് ചോദിച്ചാൽ മെമ്പർ പറയും, എനിക്കറിഞ്ഞൂടാ, വിവരാവകാശം വെച്ചു നമ്മളെ പഞ്ചായത്തിൽ. അങ്ങനൊരു ഫണ്ട് വന്നതായി പഞ്ചായത്ത് ഉദ്യോഗസ്ഥർക്കും അറിയില്ല. ഇനിയുണ്ട് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചാൽ ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. ചേട്ടൻ്റെ വാർഡിലേക്ക് ആകെ 3 വീട് മാത്രമുള്ള വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ ഈ ചേട്ടൻ്റെ വീടിൻ്റെ അവിടേക്ക് ഒരു റോഡ് പണിതിട്ടുണ്ട്. രാജേഷ് ചേട്ടൻ്റെ വീടിൻ്റെ അവിടേക്ക് വെറും 3 വീട്ടുകാർക്ക് വേണ്ടി പഞ്ചായത്തിൻ്റെ 35 ലക്ഷം രൂപ ചെലവാക്കിയാണ് റോഡ് പണിതേക്കണത്. ഇനി ആ റോഡിന് മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മുടെ സർക്കാർ അതോറിറ്റിയിൽ നിന്ന്, RTOയിൽ നിന്ന് അവിടെയുള്ള തോട് നിരത്തരുത് എന്ന് ഉത്തരവ് നിലനിൽക്കുമ്പോഴാണ് ആ തോട് നിരത്തിക്കൊണ്ട് സർക്കാരിൻ്റെ 35 ലക്ഷം രൂപ ചെലവഴിച്ച് 3 വീട്ടുകാർക്ക് വേണ്ടിയുള്ള റോഡ് നിർമ്മിച്ചത്. വട്ടേക്കാട്ടുകാരിൽ നിന്ന് നെടുങ്ങാനത്ത് കുന്നിലേക്കുള്ള റോഡ് നോക്കിക്കഴിഞ്ഞാൽ ചുരുങ്ങിയത് ഒരു 75 വീടെങ്കിലും ഉണ്ട്. 3 വീട്ടുകാർക്ക് ഉപയോഗിക്കണോ, എന്താ വേണ്ടേ? മനസ്സിലായി. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ലൈഫ് ലൈവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ലൈഫ് ലൈൻ പദ്ധതിയിൽ 250-ൽ പരം വീട് കൊടുത്തു. 19ാം വാർഡിൽ ഏതാണ്ട് ഒരു 12 വർഷം മുമ്പ് പണിത ഒരു ഫ്ലാറ്റിൻ്റെ ഫ്രെയിം നിൽക്കുന്നുണ്ട്. അവിടെ ഫ്രെയിം മാത്രമേ ഉള്ളൂ. SC STക്കാർക്ക് വേണ്ടി പണിത് കൊടുക്കാൻ നിശ്ചയിച്ചിട്ട് പണിത ഫ്രെയിമാണത്. ലൈഫ് ലൈവിനെ കുറിച്ച് ഇത്രയും രാജേഷ് മറുപടി പറയും. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പെട്ടെന്ന് തിരിച്ചെത്താം. ഒരു ഇടവേള. രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് അഷ്ടമിച്ചിറ അവതരിപ്പിക്കുന്ന മാളാവിഷൻ പടനിലം 2020 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് അഷ്ടമിച്ചിറ. co-sponsors CK Constructions, CK Johnson, Meladu, Illical Sweets, Mala, Neem Care Hospital, Mala, Adarsh TVS, Mala, Kiwis Curtains, Kombadinja Makal, Saraswati Vidyalayam, Pupati. രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് അഷ്ടമിച്ചിറ അവതരിപ്പിക്കുന്ന മാളാവിഷൻ. അഴകിവളിൽ പൊന്നായി പെയ്തതാര്, വധു ഇവളിൻ മോഹം കണ്ടതാര്, ഇനിവളെ എന്നും സുന്ദരിയാക്കും പെണ്ണിവളിൻ കൂട്ടായി കൂടെ അവളറിയുന്നു രമ്യ, അവളണിയുന്നു രമ്യ. ആത്മബന്ധങ്ങൾക്കൊപ്പം സുവർണ മൂല്യങ്ങളോടെ രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, രമ്യ ആർക്കേഡ്, അഷ്ടമിച്ചിറ. പഴമയും പുതുമയും ഒരുപോലെ സമന്വയിപ്പിച്ച് ഒട്ടനവധി ആരാധനാലയങ്ങൾ നൂതനവും മനോഹരവുമായ ഡിസൈനുകളിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിർമ്മിച്ചു നൽകുന്നു. CK കൺസ്ട്രക്ഷൻസ്. ക്രിസ്ത്യൻ ചർച്ചുകൾ, ഓഡിറ്റോറിയങ്ങൾ,
ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്നിവയ്ക്ക് പുറമെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്കും ഞങ്ങൾ സാക്ഷാത്കാരമേകുന്നു. വർഷങ്ങളുടെ അനുഭവ സമ്പത്തും വിദഗ്ധരായ തൊഴിലാളികളുടെ മികച്ച സർവീസും CK കൺസ്ട്രക്ഷൻസിന്റെ മാത്രം പ്രത്യേകതയാണ്. പ്ലാൻ, എസ്റ്റിമേഷൻ, സൂപ്പർവിഷൻ, 3D വാക്ക് ത്രൂ, ലാൻഡ്സ്കേപ്പ്, പ്രോജക്ട് മാനേജ്മെന്റ് ആൻഡ് ലേബർ കോൺട്രാക്ട് തുടങ്ങിയ സേവനങ്ങളും CK കൺസ്ട്രക്ഷൻസ്, മേലടൂർ, മാള. കോൺടാക്ട് CK ജോൺസൺ, ചക്കാലക്കൽ. ഫോൺ 9846185730. ഇല്ലിക്കൽ സ്വീറ്റ്സ്, മനസ്സറിയുന്ന രുചിഭേദങ്ങളുടെ പുത്തൻ രസക്കൂട്ടുമായി ഇല്ലിക്കൽ സ്വീറ്റ്സ് എന്നും നിങ്ങൾക്കൊപ്പം. വ്യത്യസ്തമാർന്ന കേക്കുകൾ കൊണ്ട് നമ്മെ ആനന്ദിപ്പിച്ച ഇല്ലിക്കൽ സ്വീറ്റ്സ് ഇപ്പോഴിതാ കൂടുതൽ മനോഹരമായ വെഡിംഗ് കേക്ക്സ്, ബർത്ത്ഡേ കേക്ക്സ്, ക്രിസ്മസ് കേക്ക്സ് എന്നിവ വേറിട്ട ഡിസൈനുകളിൽ കൊതിയൂറുന്ന സ്വാദോടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നു. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാർ ചെയ്ത സ്വാദിഷ്ടമായ ചിപ്സ് രുചിയുടെ പുത്തൻ അനുഭവം പങ്കുവയ്ക്കുന്നു. മധുരം ഇഷ്ടപ്പെടുന്നവർക്കായി ഒട്ടനവധി സ്വീറ്റ് വെറൈറ്റീസ്. ഇതിനു പുറമെ ഫ്രഷ് ഫ്രൂട്ട്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഐസ്ക്രീംസ്. സ്വാദിന്റെ തനിമയോടൊപ്പം വർഷങ്ങളുടെ മാധുര്യവും. ഇല്ലിക്കൽ സ്വീറ്റ്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, മാള. എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നു. നീം കെയർ ഹോസ്പിറ്റൽ, മെയിൻ റോഡ്, മാള. 30ഓളം വിദഗ്ധരായ ഡോക്ടർമാരും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, എല്ലുരോഗ വിഭാഗം, ഗൈനക്കോളജി വിഭാഗം, ജനറൽ, ലാപ്രോസ്കോപ്പിക് ആൻഡ് ഗ്യാസ്ട്രോ സർജറി, ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG, ലബോറട്ടറി. എല്ലാവിധ സർജറികൾക്കും ട്രീറ്റ്മെന്റുകൾക്കും കുറഞ്ഞ നിരക്കും മികച്ച സേവനവും വാഗ്ദാനം നൽകുന്നു. എല്ലാ വിഭാഗങ്ങളിലെ ചികിത്സകൾക്കും പ്രത്യേക രോഗനിർണയ പാക്കേജ്. 24 അവേഴ്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ, ICU, ഡിജിറ്റൽ എക്സ്റേ, ലാബ്, ഫാർമസി, ആംബുലൻസ്. നീം കെയർ ഹോസ്പിറ്റൽ, മെയിൻ റോഡ്, മാള. ഫോൺ 04802894417, 9526008881. കിവി ഇന്റീരിയേഴ്സ്, നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിന് അനുയോജ്യമായ കർട്ടൻ ബ്ലൈൻഡ്സ്, കർട്ടൻ ബ്ലെൻഡ്സ്, ഗ്രാസ് കാർപ്പറ്റ്, വാൾപേപ്പർ, ഇന്റീരിയേഴ്സ് കൂടാതെ നവീന രീതിയിലുള്ള ദിവാൻ, സെറ്റി, ഡൈനിങ് ടേബിൾ, കട്ടിൽ തുടങ്ങിയ ഫർണിച്ചറുകളും വിവിധ കമ്പനികളുടെ ബെഡുകളും ഗുണമേന്മയിലും കുടുംബ ബജറ്റിന് അനുയോജ്യമായ വിധത്തിലും ലഭ്യമാക്കാൻ കൊമ്പൊടിഞ്ഞാമാക്കൽ സെന്റ് മേരീസ് പള്ളിയുടെ എതിർവശത്തുള്ള AVM കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കിവി ഇന്റീരിയേഴ്സ് സന്ദർശിക്കുക. ഞങ്ങളുടെ മുഖമുദ്ര ഗുണമേന്മ, വിശ്വസ്തത, കൃത്യനിഷ്ഠ. കിവി ഇന്റീരിയേഴ്സ്, AVM കോംപ്ലക്സ്, ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച്, കൊമ്പൊടിഞ്ഞാമാക്കൽ. ഫോൺ 9846515112, 9447555512. രമ്യ ജ്വല്ലറി അഷ്ടമിച്ചർ അവതരിപ്പിക്കുന്ന പടനിലം 2020 ഏവർക്കും വീണ്ടും സ്വാഗതം. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന കോ സ്പോൺസേഡ് CK കൺസ്ട്രക്ഷൻ, CK ജോൺസൺസ്, മേലടൂർ, ഇല്ലിക്കൽ സ്വീറ്റ്സ്, മാള, നീം കെയർ ഹോസ്പിറ്റൽ, മാള, ആദർശ് TVS, മാള, TV കർട്ടൻസ്, കൊമ്പടിഞ്ഞാമക്കൽ, സരസ്വതി വിദ്യാലയം, പൂപ്പത്തി എന്നിവരാണ്. ശ്രീ M. രാജേഷ്, കോൺഗ്രസ് ആരോപിക്കുന്നത് അഴിമതി മറ്റുമാണ്. BJP ശക്തമായി പറയുന്നത് കെടുകാര്യസ്ഥതയെക്കുറിച്ചും മറ്റുമാണ്. ഇവർക്ക് രണ്ടുപേർക്കുള്ള മറുപടി എന്താണ്? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിൻ്റെയും BJPയുടെയും പ്രതിനിധികളായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞ ചില കാര്യങ്ങളോടുള്ള പ്രതികരണമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 കൊല്ലക്കാലം വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് ഭരണസമിതിയിൽ 13 ഇടതുപക്ഷ അംഗങ്ങളും 7 UDF അംഗങ്ങളും ഒരു BJP അംഗവുമാണ് ഉണ്ടായിരുന്നത്. ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് ഈ ഭരണസമിതിയെ സംബന്ധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതി ആരോപണം കൃത്യമായ തെളിവുകൾ നിരത്തി വെച്ച് ഉന്നയിക്കാൻ വേണ്ടി ഇവർക്ക് സാധിച്ചിട്ടില്ല. ഒരു കൃത്യമായ ഒരു സമരം കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയ്ക്ക് BJPയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പഞ്ചായത്തിനകത്ത് ഇവിടെ സൂചിപ്പിച്ച കച്ചവടക്കാരന് അരിമറച്ചു കൊടുത്തു എന്ന് പറയുന്ന സംഭവം, പഞ്ചായത്ത് ഭരണസമിതി ചേരാൻ എല്ലാ മെമ്പർമാരും വന്ന് നിൽക്കുന്ന നേരത്താണ് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് അരി വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നത്. എന്താ സംഭവം? പ്രളയകാലത്ത് നിരവധി ക്യാമ്പുകളിൽ കഴിഞ്ഞുള്ള ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അത് കഴിഞ്ഞാൽ അവർക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ കിറ്റൊക്കെ കൊടുക്കാൻ വാങ്ങി വച്ചിരുന്ന അരിയിൽ ബാക്കി വന്നത് അത് അഴിമതി നടത്തുകയാണെങ്കിൽ ആരും കാണാതെ രാത്രിയിലല്ലേ കയറ്റിക്കൊണ്ടുപോകാം.
കോൺഗ്രസിൻ്റെയും BJPയുടെയും മെമ്പർമാർ നിൽക്കുമ്പോൾ പട്ടാപ്പകൽ വാഹനത്തിൽ കയറ്റി കൊണ്ടുപോയി അഴിമതി നടത്താൻ പറ്റും? അപ്പോൾ അഴിമതി എന്ന പേരിൽ എന്തെങ്കിലും പറയാം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഈ കോവിഡ് കാലത്ത് വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ചേർത്ത് നിർത്തി അതിനെ പ്രതിരോധിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടത്. BJPയുടെ സന്നദ്ധ പ്രവർത്തകർ വന്നാൽ അവരെ ഞങ്ങൾ അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ വളണ്ടിയർമാർ വന്നാലും അകറ്റി നിർത്താൻ സമ്മതിച്ചിട്ടില്ല. വന്നവരെയെല്ലാം അതിനകത്ത് ഉൾപ്പെടുത്താൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. ഏറ്റവും ആകർഷകമായ രീതിയിൽ സാമൂഹ്യ അടുക്കള നടന്ന ഒരു പഞ്ചായത്താണ് വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത്. എല്ലാ വീടുകളിലേക്കും ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാൻ, മരുന്നെത്തിക്കാൻ, അതുപോലെ തന്നെ സൗജന്യമായി ഭക്ഷണം എത്തിക്കേണ്ട വീടുകളിലേക്ക് അതെത്തിക്കാൻ ഒക്കെ വളരെ സ്തുത്യർഹമായ രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഗ്രാമപഞ്ചായത്തിനകത്ത് നടത്തിയിട്ടുണ്ട്. അതിൽ ഞങ്ങളാരെയും ഒഴിച്ചു നിർത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടില്ല, മാറ്റി നിർത്തിയിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയോ DYFയുടെയോ ഒക്കെ പ്രവർത്തകർ വളരെ സജീവമായി അതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത് തെറ്റായി പറയാൻ കഴിയുമോ? ഇവരെന്തുകൊണ്ട് വന്നില്ല? വന്നൊരാളെയും നമ്മൾ അകറ്റി നിർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടില്ല. പിന്നെ മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ മാസത്തിലും വീടുകളിലേക്ക് കുടുംബശ്രീയുടെ പ്രത്യേക വളണ്ടിയർമാർ കടന്നു വന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റു സംഗതികളും ശേഖരിച്ച് ആ മാലിന്യ വിമുക്തമാക്കുന്ന പ്രവർത്തനത്തിൽ നന്നായി ഇടപെട്ടിട്ടുണ്ട്. നല്ല രീതിയിൽ മാലിന്യ വിമുക്ത പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പഞ്ചായത്തിനകത്ത് കഴിഞ്ഞിട്ടുണ്ട്. ജലനിധിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ പ്രശ്നം നമുക്കറിയാം. ജലനിധി ആരംഭിക്കുന്നത് TN പ്രതാപൻ MLA ആയിരിക്കുന്ന കാലത്താണ്. അതിൻ്റെ പൈപ്പിടലോ മറ്റു കാര്യങ്ങളോ ഒന്നും നിർവഹിച്ചത് അതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊരു പങ്കുമില്ല. ആ സന്ദർഭത്തിൽ തന്നെ അതിലെ അപാകതകളെ സംബന്ധിച്ച് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. വളരെ നിലവാരം കുറഞ്ഞ പൈപ്പുകൾ ഇറക്കി വലിയ രീതിയിലേക്കുള്ള അഴിമതി അതിനകത്ത് നടത്തിയതായി വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് മാത്രമല്ല, മാള, കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലാകെ ജലനിധിയുടെ ഭാഗമായി വരുന്ന പഞ്ചായത്തുകളിലാകെ പ്രശ്നമുണ്ട്. പക്ഷെ ഞങ്ങൾ സൂചിപ്പിച്ചത് ഇപ്പോൾ കഴിഞ്ഞ 4-5 കൊല്ലമായി ജലനിധിയുടെ കമ്മിറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലാണ്. അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിലായാൽ, വെള്ളമെത്തിക്കുന്ന കാര്യത്തിലായാൽ ഒക്കെ മെയിൻ്റനൻസൊക്കെ പ്രധാന സെൻറ്ററുകളിൽ പൈപ്പ് പൊട്ടിയെന്ന് പറഞ്ഞാൽ നിമിഷങ്ങൾക്കകം വന്ന് അതിൻ്റെ നിർമ്മാണം രാത്രിയൊക്കെ നിന്ന് അത് പൂർത്തീകരിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ കമ്മിറ്റി ഇടപെടുന്നുണ്ട്. ഏറെക്കുറെ തീരെ പരാതികളില്ലാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. BJP സുഹൃത്ത് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട് മറ്റേ ദേശീയപാത വകുപ്പുമായി ബന്ധപ്പെട്ട ചില ഫണ്ടുകൾ റോഡിൽ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ വെള്ളാങ്ങല്ലൂർ സെൻട്രലിൽ നിന്ന് ചാലക്കുടിക്ക് പോകുന്ന അതിമനോഹരമായ റോഡ് 11 കോടി രൂപ ചെലവഴിച്ച് നടത്തിയത് ഇന്നസെൻ്റ് MPയുടെ ഫണ്ടിൻ്റെ ഭാഗമായി. അത് MP എന്നുള്ള നിലയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ അതൊരു തെറ്റൊന്നുമല്ലല്ലോ. ഇന്നസെൻ്റ് MP അനുവദിച്ച ഫണ്ടിൻ്റെ ഭാഗമായിട്ടാണ് ആ പണിയൊക്കെ തന്നെ നടന്നിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ച കോണത്തക്കുന്ന് ഗവൺമെൻറ് സ്കൂളിൽ 220 ലക്ഷം രൂപ MLA ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള കെട്ടിടമാണ് പണിയുന്നത്. നിലവിലുള്ള കെട്ടിടം പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ പൊളിക്കുന്നതിനുള്ള അനുമതി വാങ്ങി, അത് പൊളിക്കുന്നതിനുള്ള ടെൻഡർ നടത്തി, അത് പൊളിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് പോവുകയാണ്. അതിനു മുമ്പ് ആ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള മറ്റ് കെട്ടിടങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ കോണത്തക്കുന്ന് ഗവൺമെൻറ് സ്കൂളിനെ മാത്രം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കരുവപ്പെടുന്ന ഗവൺമെൻറ് ഹൈസ്കൂളിൽ 5 ലക്ഷം രൂപയുടെ കെട്ടിടം, കവാടം, മറ്റ് സംഗതികളൊക്കെ വളരെ മനോഹരമായി പണി പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അമരിപ്പാടത്തെ ഏതൊരു വാട്ടർ ടാങ്ക് ഇപ്പോൾ ജലനിധി പാസാക്കിയ നടപ്പിലാക്കിയിട്ടുള്ള പഞ്ചായത്തുകളിൽ വേറെ പ്രത്യേക കുടിവെള്ള പദ്ധതികൾ പാടില്ല എന്നുള്ളതാണ് ഒരു നിയമമുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അമരിപ്പാടത്തെയൊക്കെ വാട്ടർ ടാങ്ക് എന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് കിടക്കുന്ന സംഗതിയാണ്. അതൊന്നും എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. അതല്ലാതെ തന്നെ ജലനിധി വഴി വെള്ളമൊക്കെ നാട്ടിലാകെ എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു റോഡിനെ സംബന്ധിച്ച്, എൻ്റെ വീട്ടിലേക്ക് പോകുന്ന റോഡല്ല, വെള്ളാങ്ങല്ലൂർ സെൻട്രലിൽ നിന്ന് പുത്തഞ്ചിറയിലേക്കും മാളയിലേക്കും ഏറ്റവും ഷോർട്ട് കട്ടായി യാത്ര ചെയ്യാൻ കഴിയുന്ന റോഡാണ് പണിതിട്ടുള്ളത്. അതിലൂടെ നിരവധി വാഹനങ്ങളും നിരവധി യാത്രക്കാരുമാണ് ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ പട്ടേപ്പാടം, പുത്തഞ്ചിറ, മാള തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്ന് വെള്ളാങ്കല്ലൂരിലേക്ക് എത്താൻ തിരിച്ചു പോകാനൊക്കെ ഏറ്റവും സൗകര്യപ്രദമായ റോഡ് എന്നുള്ള നിലയിലേക്കാണ് MLAയുടെ ഫണ്ട് ഉപയോഗിച്ച് ആ റോഡ് നിർമ്മാണം നടത്തിയിട്ടുള്ളത്. പിന്നെ തികച്ചും തെറ്റായ അറിവില്ലായ്മയുടെ ഭാഗമാണോ എന്നെനിക്കറിയില്ല. ഒരു MLA ഫണ്ട് ഉപയോഗിച്ച് ഒരു റോഡ് പണിയുമ്പോൾ ആ റോഡ് പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിലുള്ളതായിരിക്കണം, അതിന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ അനുമതി ഉണ്ടാകണം, അതിന് മറ്റ് PWD എന്നുള്ള നിലയിലേക്കുള്ള മറ്റു കാര്യങ്ങളുണ്ട്. ജില്ലാ കളക്ടർ ഇടപെട്ടിട്ടാണ് ആ ഫണ്ടൊക്കെ അനുവദിക്കുന്നത്. അതിൻ്റെയൊക്കെ കൃത്യമായ പരിശോധനകൾ നടത്തിയിട്ടാണ് ആ റോഡ് പണിതിട്ടുള്ളത്. അല്ലാതെ ആരെങ്കിലുമൊക്കെ നമ്മളെ അപമാനിക്കാൻ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഒരു സംവാദത്തിൽ വന്ന് പറയുക, കാര്യം മനസ്സിലാക്കാതെ പറയുക എന്ന് പറയുന്നത് കാര്യം മനസ്സിലാക്കാതെ പറഞ്ഞത് അങ്ങനെയാണ്. MLA ഫണ്ട് ഉപയോഗിച്ചൊരു റോഡ് പണിയുമ്പോൾ പ്രൈവറ്റ് റോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും തോടിനകത്ത് പണിയാൻ പറ്റുമോ? CPM-നെതിരെ ആരോപിച്ച ഒരു കുറ്റം അഴിമതിയെ കുറിച്ചാണ്, എല്ലാ കാര്യത്തിലും അഴിമതി. പക്ഷെ ഒന്നിനും തെളിവില്ല. കഴിഞ്ഞ 5 വർഷം നിങ്ങളുടെ കാര്യമായ ഒരു സമര പരിപാടിയും നിങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് രാജേഷ് പറഞ്ഞത്. തീർത്തും തെറ്റായ ഒരു സമീപനമാണ്. 40 വീടുകൾക്ക് പ്രളയം മുതൽ കിട്ടാത്ത ഒരു വാർഡാണ് 13-ാം വാർഡ്. ആ സമയത്താണ് ആ വാർഡിലുള്ള ജനങ്ങൾക്ക് കിട്ടേണ്ട പ്രളയ മുതൽ ബാക്കി പഞ്ചായത്തിലിരിക്കുമ്പോഴാണ് കുത്തക വ്യാപാരിക്ക് മറിച്ചു വിറ്റത്. തികച്ചും ന്യായമായി ഈ പ്രളയം മുതൽ കുത്തക വ്യാപാരിക്ക് മറിച്ചു വിറ്റു എന്നുള്ളതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. എല്ലാ പാർട്ടി മെമ്പർമാരും ഉള്ളപ്പോഴാണ് ഇതെടുത്ത് മാറ്റുന്നത്. മറിച്ചു വിൽക്കാനായിരുന്നെങ്കിൽ രാത്രിയിൽ കൊണ്ടുകൂടി പോയിക്കൂടായിരുന്നോ? രാത്രിയിലല്ല, പകലത് പ്രളയവുമായി ബന്ധപ്പെട്ട് ഒരിക്കലുമല്ല. എൻ്റെ അവസരം എനിക്ക് തന്നെ വേണം. പ്രളയം മുതൽ ഈ UDF-ന്റെ മെമ്പർമാർ അവിടെ തടഞ്ഞു നിർത്തുകയും അത് ഇരിങ്ങാലക്കുട പോലീസിനെ വിളിച്ചു വരുത്തി അത് സീസ് ചെയ്ത് പോലീസ് കൊണ്ടുപോവുകയും അതിനെ ഒരു അഴിമതി നേരിട്ട് കണ്ടപ്പോഴും MLA-യും മറ്റു ഭരണകൂടങ്ങളും ഇടപെട്ടുകൊണ്ട് അതിനെ ഡൈവേർട്ട് ചെയ്ത് ഭരണത്തിൻ്റെ സ്വാധീനത്തിൽ ആ കേസിനെ മാറ്റിമറിക്കുകയാണ് ഉണ്ടായത്. തികച്ചും അത് ഒരു കാര്യം വിട്ടുപോയൊരു കാര്യമാണ്. ഞാനിത് എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണിത്. ഈ പ്രളയകാലത്ത് മുകുന്ദപുരം താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ക്രൈസ്റ്റ് കോളേജിൽ ആരംഭിച്ച സംഭരണ കേന്ദ്രത്തിൽ നിന്ന് അനധികൃതമായ ലെറ്റർ പേഡ് ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ഉറുപ്പികയുടെ ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുവന്ന് കോൺഗ്രസിൻ്റെയും മഹിളാ കോൺഗ്രസിൻ്റെയും 2, 3, 4 പേര് പ്രതികളായിട്ടുള്ള കേസ് ഇപ്പം നിലനിൽക്കുകയാണ്. തീർച്ചയായിട്ടും അവരെ നാട്ടിൽ നിന്ന് പോയവര് അവരുടെ വീട്ടിൽ നിന്ന് ഇവിടെ ഒരു സ്വകാര്യ വ്യാപാരിക്ക് കൊടുത്തു. അവരുടെ വീട്ടിൽ നിന്ന് പോലീസ് ആരോപണങ്ങൾ തികച്ചും നടന്നുകൊണ്ട് അവരുടെ വീട്ടിൽ നിന്ന് പോലീസ് 40ഓളം വരുന്ന സാധനങ്ങളാണ് പിടിച്ചെടുത്തത്. 40ഓളം വരുന്ന ഭക്ഷ്യസാധനങ്ങൾ. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെ കേസ് കൊടുക്കുന്ന അവസ്ഥയിലേക്കാണ് രാജ്യം. ഈ വിഷയം മാത്രം ഒറ്റ കാര്യം എനിക്ക് ചോദിക്കാനുള്ളൂ. LDF-ന്റെയും UDF-ന്റെയും പ്രതിനിധികളൂടെ ഉണ്ട്. ഈ പ്രളയകാലത്ത് ഭക്ഷ്യക്കിറ്റ്, ഭക്ഷ്യസാധനങ്ങൾ സ്വകാര്യ വ്യക്തിക്ക് വിറ്റതില് കേസുള്ള നിങ്ങളുടെ എത്ര പ്രവർത്തകരുണ്ട്? അതിന്റെ പേരിൽ മാത്രം കോടതി കയറി ഇറങ്ങുന്ന തടഞ്ഞതിന്റെ പേരിൽ, ആ വണ്ടി തടഞ്ഞതിന്റെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ 8ഓളം പ്രവർത്തകരുടെ പേരിൽ ഇന്നും കോടതിയിൽ ഞങ്ങൾ പോകുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും പോണ്ടോ? ആ ഭക്ഷ്യക്കിറ്റ് കയറ്റി വണ്ടി തടഞ്ഞതിനാണ്. അദ്ദേഹം പറഞ്ഞല്ലോ, ഞങ്ങളുടെ മെമ്പർ അടക്കം നിൽക്കുമ്പോഴാണ് ഈ സാധനം കയറ്റി. ഞങ്ങളുടെ പേരില് അഴിമതി നടത്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യില്ലല്ലോ. അഴിമതിയാണെങ്കിൽ പട്ടാപ്പകല് എല്ലാവരും നിൽക്കുമ്പോൾ ചെയ്യോ? അതുകൊണ്ടാണ് കേസ്. പോലീസ് ആ സാധനം സീസ് ചെയ്ത് കൊണ്ടുപോയി എന്ന് മുസമ്മിൽ പറഞ്ഞു. എങ്ങനെയാണ് രാത്രി നിലവിൽ മെമ്പറായി മത്സരിക്കുന്ന 5-ാം വാർഡിൽ മത്സരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിന്റെ വ്യക്തികൾ പോലും ആ രാത്രി വന്നുകൊണ്ട്, വിവിധ രാഷ്ട്രീയ നേതാക്കൾ രാത്രി വന്നുകൊണ്ട് കള്ളക്കണക്കുണ്ടാക്കി പഞ്ചായത്തിന്റെ അകത്ത് 9:30-ക്ക് ഈ പ്രതിപക്ഷ അംഗങ്ങൾ ചെല്ലുമ്പോൾ പഞ്ചായത്തിനകത്ത് രാത്രി മീറ്റിംഗ് പോകണം. ആരാണ്? പഞ്ചായത്തിന് പ്രസിഡന്റിന് മാത്രമല്ലേ 24 മണിക്കൂറും പഞ്ചായത്തിനകത്ത് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ഭരണസമിതി അംഗങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും പഞ്ചായത്തിന്റെ അകത്ത് വന്നു നിന്നുകൊണ്ട് കള്ളക്കണക്കുണ്ടാക്കി അതിനെ മാറ്റിമറിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. പ്രളയകാലത്ത് രാത്രിയും പകലും എന്നില്ലാതെയാണ് വർക്ക് ചെയ്തത്. അത് ഈ പറയുന്ന ആള് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അയാൾക്ക് രാത്രിയും പകലും ഒക്കെ പഞ്ചായത്തിൽ വരേണ്ടി വരും. പ്രളയകാലത്ത് ആളുകൾക്ക് ഭക്ഷ്യസാധനങ്ങൾ എത്തിക്കാൻ, മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ, മറ്റ് സഹായങ്ങൾ ചെയ്യാൻ രാത്രിയും പകലൊക്കെ വന്നിട്ടുണ്ട്. അതിൽ കോൺഗ്രസിൻ്റെ മെമ്പർമാരും വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്.
ഞാൻ പറഞ്ഞ കാര്യം അഴിമതി നടത്താനാണെങ്കിൽ ഞാൻ പറയുന്നത് ഇത്രയാണ്. ഇതിനു വേണ്ടി സാധനങ്ങൾ വാങ്ങി എല്ലാവർക്കും യഥേഷ്ടം നൽകിയതിന് ശേഷം ബാക്കി വന്ന 2-3 ചാക്ക് അരിയോ 1-2 ചാക്ക് പഞ്ചസാരയോ പരിപ്പോ സാധനങ്ങൾ അത് തിരിച്ചു കൊടുത്ത് പണം വാങ്ങുക എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്യമായി പഞ്ചായത്ത് സെക്രട്ടറി എല്ലാ മെമ്പർമാരും നിൽക്കുമ്പോൾ പഞ്ചായത്തിന്റെ നിയമാനുസൃതമായ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തിയതിന്റെ പേരിലാണ് പോലീസ് കേസെടുക്കുന്നത്. കള്ളക്കേസല്ല. പഞ്ചായത്ത് ഇടപെട്ട് വാഹനം വിളിച്ചൊക്കെ സാധനങ്ങൾ കയറ്റി പോകുന്ന വണ്ടി തടയുമ്പോ ഷാലി ആരോപിച്ചത് പ്രവർത്തകർക്കെതിരെ കേസുണ്ട് എന്നാണ്. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ നിന്നു. അതുകൊണ്ടാണ് BJP പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണെങ്കിൽ ആ വസ്തുക്കള് പഞ്ചായത്ത് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തണമായിരുന്നു. എന്തുകൊണ്ട് എത്തിയില്ല? കൃത്യമായ ആ സ്ഥലത്ത് കൃത്യമായി കോണത്തക്കുന്ന് സെന്ററിൽ തന്നെ ഇറക്കി. എവിടെയാണ് ആ പോലീസ് ആ സാധനം സീസ് ചെയ്തു? തൊണ്ടി മുതലല്ലാത്ത സാധനം എടുത്തുകൊണ്ട് പോകാൻ ഇന്ത്യൻ പോലീസ് ഒരു സാധനം ഫ്രീസ് ചെയ്തിട്ടില്ല. ആ വണ്ടി പോലീസ് പിടിച്ചു. ആ വണ്ടി തിരിച്ച് കോണത്തക്കുന്നിലെ പഞ്ചായത്ത് തീരുമാനിച്ച കടയിൽ കൊണ്ട് ഇറക്കി. പോലീസ് ഇറക്കി. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. എങ്ങനെയാണ് അത് മറിച്ച് പ്രളയ ദുരിതാശ്വാസത്തിൽ എല്ലാവരുടെയും സാധനങ്ങളും ഭക്ഷ്യക്കിറ്റുകളും കിട്ടിയെന്ന് പറഞ്ഞത് തന്നെ 100% തെറ്റാണ്. കിട്ടാത്ത വീടുകൾ നിങ്ങൾ ക്യാമറയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഞാൻ വരാൻ കൂടെ കാണിച്ചു തരാം. ഉത്തമ ഉദാഹരണമാണ് 40 വീടുകൾ 13-ാം വാർഡ് വെള്ളം കയറിയ സ്ഥലമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഒരു പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി. ഈ പ്രളയത്തില് ഇപ്പൊ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൽ കണക്കുണ്ട്. ഞങ്ങൾ ഈ വികസന രേഖയിൽ അടിച്ചതാ 1913 പേർക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. 10,000 രൂപ മുതൽ 10 ലക്ഷം രൂപ വരെ കിട്ടിയിട്ടുള്ള ആളുകളുണ്ട്. 10,000 രൂപ കഴിഞ്ഞാൽ ഏതാണ്ട് 4 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപ, 1.25 ലക്ഷം രൂപ, 60,000 രൂപ, 10,000 രൂപ ഒക്കെ കിട്ടിയിട്ടുള്ള 1913 പേർ. വെള്ളാങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 4-3 വാർഡുകളിലാണ് പ്രളയം ബാധിച്ചുള്ളൂ. ഒന്ന് വള്ളിവട്ടം ബെൽറ്റിൽ, മറ്റൊന്ന് കരൂപ്പടനയുമായി ബന്ധപ്പെട്ട കടലായുമായി ബന്ധപ്പെട്ട ചെറിയൊരു പ്രദേശത്ത് ഒരു 4-5 വാർഡുകളിലാണ് 1913 രൂപ. ഏതാണ്ട് 6 കോടി 46 ലക്ഷം 6 കോടി 46 ലക്ഷം രൂപ ഈ 4, 5, 6 വാർഡുകളിൽ പ്രളയം ബാധിച്ച പ്രദേശത്തെ 1913 കുടുംബങ്ങൾ കൊടുത്തു. അതിൽ 574 വീടുകൾക്ക് സഹായം കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് കാര്യം ഇത്രയേ ഉള്ളൂ. വളരെ നിഷ്കളങ്കമായി തന്നെയാണ് രാജേഷ് അതിന് മറുപടി പറഞ്ഞത്. പ്രളയം ഏറ്റവും അധികം ജനങ്ങളെ മേഖലകളുണ്ട്. വള്ളിവട്ടം മേഖലയുണ്ട്, ഈ പറഞ്ഞ പോലെ കടലായി ആ മേഖലയുണ്ട്. ഇവിടെയെല്ലാം കൃത്യമായി കണക്കുകൾ പ്രകാരം എത്തിച്ചതിന്റെ കാര്യങ്ങൾ പറഞ്ഞു. 2018 പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ആൾക്ക് 2020 വീട് നിർമ്മിക്കാൻ പണം കിട്ടുന്നതെങ്കിൽ ഈ 2 വർഷം അദ്ദേഹം എന്ത് ചെയ്തു എന്ന് പറയോ? തീർച്ചയായിട്ടും അതിനൊക്കെ മറുപടി ശ്രീ M. രാജേഷ് പറയും. തൽക്കാലം ഇപ്പോൾ നമ്മൾ ഒരു ഇടവേളയിലേക്ക് പോകുന്നു. പെട്ടെന്ന് തിരിച്ചു വരാം. രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് അഷ്ടമിച്ചിറ അവതരിപ്പിക്കുന്ന മാളാവിഷൻ പടനിലം 2020 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് അഷ്ടമിച്ചിറ. കോ-സ്പോൺസേഴ്സ് CK കൺസ്ട്രക്ഷൻസ്, CK ജോൺസൺ മേലടൂർ, ഇല്ലിക്കൽ സ്വീറ്റ്സ് മാള, നീം കെയർ ഹോസ്പിറ്റൽ മാള, ആദർശ് TVS മാള, കിവീസ് കർട്ടൻസ് കൊമ്പടിഞ്ഞാമക്കൽ, സരസ്വതി വിദ്യാലയം പൂപ്പത്തി. രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് അഷ്ടമിച്ചിറ അവതരിപ്പിക്കുന്ന മാളാവിഷൻ. അഴകിവളിൽ പൊന്നായി പെയ്തതാര്, വധു ഇവളിൻ മോഹം കണ്ടതാര്, ഇനിവളെ എന്നും സുന്ദരിയാക്കും പെണ്ണിവളിൻ കൂട്ടായി കൂടെ അവളറിയുന്നു രമ്യ, അവളണിയുന്നു രമ്യ. ആത്മബന്ധങ്ങൾക്കൊപ്പം
സുവർണ മൂല്യങ്ങളോടെ രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് രമ്യ ആർക്കേഡ് അഷ്ടമിച്ചിറ. പഴമയും പുതുമയും ഒരുപോലെ സമന്വയിപ്പിച്ച് ഒട്ടനവധി ആരാധനാലയങ്ങൾ നൂതനവും മനോഹരവുമായ ഡിസൈനുകളിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിർമ്മിച്ചു നൽകുന്നു. CK കൺസ്ട്രക്ഷൻസ്. ക്രിസ്ത്യൻ ചർച്ചുകൾ, ഓഡിറ്റോറിയങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്നിവയ്ക്ക് പുറമെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്കും ഞങ്ങൾ സാക്ഷാത്കാരമേകുന്നു. വർഷങ്ങളുടെ അനുഭവ സമ്പത്തും വിദഗ്ധരായ തൊഴിലാളികളുടെ മികച്ച സർവീസും CK കൺസ്ട്രക്ഷൻസിന്റെ മാത്രം പ്രത്യേകതയാണ്. പ്ലാൻ, എസ്റ്റിമേഷൻ, സൂപ്പർവിഷൻ, 3D വാക്ക് ത്രൂ, ലാൻഡ്സ്കേപ്പ്, പ്രോജക്ട് മാനേജ്മെന്റ് ആൻഡ് ലേബർ കോൺട്രാക്ട് തുടങ്ങിയ സേവനങ്ങളും CK കൺസ്ട്രക്ഷൻസ്, മേലടൂർ, മാള. കോൺടാക്ട് CK ജോൺസൺ, ചക്കാലക്കൽ. ഫോൺ 9846 185 730. ഇല്ലിക്കൽ സ്വീറ്റ്സ്. മനസ്സറിയുന്ന രുചിഭേദങ്ങളുടെ പുത്തൻ രസക്കൂട്ടുമായി ഇല്ലിക്കൽ സ്വീറ്റ്സ് എന്നും നിങ്ങൾക്കൊപ്പം. വ്യത്യസ്തമാർന്ന കേക്കുകൾ കൊണ്ട് നമ്മെ ആനന്ദിപ്പിച്ച ഇല്ലിക്കൽ സ്വീറ്റ്സ് ഇപ്പോഴിതാ കൂടുതൽ മനോഹരമായ വെഡിംഗ് കേക്ക്സ്, ബർത്ത്ഡേ കേക്ക്സ്, ക്രിസ്മസ് കേക്ക്സ് എന്നിവ വേറിട്ട ഡിസൈനുകളിൽ കൊതിയൂറുന്ന സ്വാദോടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നു. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാർ ചെയ്ത സ്വാദിഷ്ടമായ ചിപ്സ് രുചിയുടെ പുത്തൻ അനുഭവം പങ്കുവയ്ക്കുന്നു. മധുരം ഇഷ്ടപ്പെടുന്നവർക്കായി ഒട്ടനവധി സ്വീറ്റ് വെറൈറ്റീസ്. ഇതിനു പുറമെ ഫ്രഷ് ഫ്രൂട്ട്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഐസ്ക്രീംസ്. സ്വാദിന്റെ തനിമയോടൊപ്പം വർഷങ്ങളുടെ മാധുര്യവും. ഇല്ലിക്കൽ സ്വീറ്റ്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, മാള. എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നു. നീം കെയർ ഹോസ്പിറ്റൽ, മെയിൻ റോഡ്, മാള. 30ഓളം വിദഗ്ധരായ ഡോക്ടർമാരും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, എല്ലുരോഗ വിഭാഗം, ഗൈനക്കോളജി വിഭാഗം, ജനറൽ, ലാപ്രോസ്കോപ്പിക് ആൻഡ് ഗ്യാസ്ട്രോ സർജറി, ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG, ലബോറട്ടറി. എല്ലാവിധ സർജറികൾക്കും ട്രീറ്റ്മെന്റുകൾക്കും കുറഞ്ഞ നിരക്കും മികച്ച സേവനവും വാഗ്ദാനം നൽകുന്നു. എല്ലാ വിഭാഗങ്ങളിലെ ചികിത്സകൾക്കും പ്രത്യേക രോഗനിർണയ പാക്കേജ്. 24 അവേഴ്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ, ICU, ഡിജിറ്റൽ എക്സ്റേ, ലാബ്, ഫാർമസി, ആംബുലൻസ്. നീം കെയർ ഹോസ്പിറ്റൽ, മെയിൻ റോഡ്, മാള. ഫോൺ 04802 894417 952 600 8881. കിവി ഇന്റീരിയേഴ്സ്. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിന് അനുയോജ്യമായ കർട്ടൻ ബ്ലൈൻഡ്സ്, കർട്ടൻ ബ്ലെൻഡ്സ്, ഗ്രാസ് കാർപ്പറ്റ്, വാൾപേപ്പർ, ഇന്റീരിയേഴ്സ് കൂടാതെ നവീന രീതിയിലുള്ള ദിവാൻ, സെറ്റി, ഡൈനിങ് ടേബിൾ, കട്ടിൽ തുടങ്ങിയ ഫർണിച്ചറുകളും വിവിധ കമ്പനികളുടെ ബെഡുകളും ഗുണമേന്മയിലും കുടുംബ ബജറ്റിന് അനുയോജ്യമായ വിധത്തിലും ലഭ്യമാക്കാൻ കൊമ്പൊടിഞ്ഞാമാക്കൽ സെന്റ് മേരീസ് പള്ളിയുടെ എതിർവശത്തുള്ള AVM കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കിവി ഇന്റീരിയേഴ്സ് സന്ദർശിക്കുക. ഞങ്ങളുടെ മുഖമുദ്ര ഗുണമേന്മ, വിശ്വസ്തത, കൃത്യനിഷ്ഠ. കിവി ഇന്റീരിയേഴ്സ്, AVM കോംപ്ലക്സ്, ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച്, കൊമ്പൊടിഞ്ഞാമാക്കൽ. ഫോൺ 9846 515112 9447 വികസനത്തെക്കുറിച്ചും M. രാജേഷ് സംസാരിച്ചു. അതുപോലെ അതിനുള്ള മറുപടി 2 പ്രതിപക്ഷ അംഗങ്ങളും നൽകിക്കഴിഞ്ഞു. ഇനി വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിൻ്റെ രാഷ്ട്രീയമാണ് നമുക്കൊന്ന് പരിശോധിക്കേണ്ടത്. ശ്രീ M. രാജേഷ്, എന്താണ് ഇത്തവണ രാഷ്ട്രീയമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് പറയാനുള്ളത്? രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ ഒരു ക്ഷീരസംഘം തെരഞ്ഞെടുപ്പ് വരെയുണ്ടെങ്കിൽ രാഷ്ട്രീയ പോരാട്ടങ്ങളായിട്ടാണ് സാധാരണ കാണുന്നത്. അത് ദേശീയ രാഷ്ട്രീയമായാലും സംസ്ഥാന രാഷ്ട്രീയമായാലും പ്രാദേശിക തലത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇപ്പോൾ അഴിമതിയെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഞാനതിന് ചില മറുപടികളും പറഞ്ഞു. UDF കേരളത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിയ മുദ്രാവാക്യം അഴിമതിക്കൊരു വോട്ട് എന്നുള്ളതായിരുന്നു. പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ച 1 മണിക്കൂറിനകം ആ മുദ്രാവാക്യം പിൻവലിക്കേണ്ടി വന്നു. എന്താ കാരണം? UDFൻ്റെ പ്രധാനപ്പെട്ട MLA-മാരും നേതാക്കന്മാരും ജയിലിലായി അഴിമതി നടത്തിയതിൻ്റെ പേരിൽ. ഖമറുദ്ദീൻ കാസർഗോഡ് MLA 115 നിക്ഷേപ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായി ജയിലിൽ കിടക്കുകയാണ്. ഇവിടെ ഒരു മന്ത്രിയും MLA-യുമൊക്കെ ആയിരുന്ന ഇബ്രാഹിം കുഞ്ഞ് മറ്റേ പാലാരിവട്ടം പാലം ജയിലിൽ കിടക്കുന്നില്ല എന്നുള്ള അസുഖം പറഞ്ഞ് ആശുപത്രി കിടക്കുക, ജയിലിലാണ് തത്വത്തിൽ. KM ഷാജി പോവാനിരിക്കുകയാണ് റെഡിയായിട്ട്. അടുത്ത ആളുകൾ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ അതുപോലെയുള്ള ആളുകളുടെ പ്രശ്നം. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് BJPയും RSSും കോൺഗ്രസിനെതിരായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ?
ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്താൻ കോൺഗ്രസും ലീഗും അടങ്ങുന്ന ഐക്യജനാധിപത്യ മുന്നണിയും BJPയും RSSും അതുപോലെ തന്നെ മറ്റ് മതതീവ്രവാദ സംഘടനകളടക്കം ചേർന്നുകൊണ്ടുള്ള മഴവിൽ സഖ്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന നിയമം നിർമ്മിച്ചു. ഏറ്റവും അവസാനം ഇപ്പോൾ കോടതി വിധിക്കെതിരായി കോടതി പറഞ്ഞത് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കേണ്ടത് ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ടാണ് എന്നാണ്. പക്ഷെ പ്രധാനമന്ത്രിയും RSSൻ്റെ തലവനും UPയുടെ മുഖ്യമന്ത്രിയും ഒക്കെ നേരിട്ട് ചെന്ന് ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ഭൂമി പൂജ നടത്തി ശില ഇടുന്ന പ്രവർത്തനം നടത്തിയപ്പോൾ കോൺഗ്രസ് എന്തെങ്കിലും മിണ്ടിയോ ഇതുവരെ? ആ ചടങ്ങ് നടക്കുന്ന സമയത്ത് കോൺഗ്രസിൻ്റെ ആഫീസുകളിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകളിൽ BJPക്കും RSSനും പിന്തുണ പ്രഖ്യാപിച്ച് നിലവിളക്ക് കൊളുത്തിവെച്ച് നാമജപം നടത്തുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇന്ത്യയുടെ തലസ്ഥാന നഗരി വളഞ്ഞു വെച്ചുകൊണ്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലെ 10,000-കണക്കിന് കൃഷിക്കാർ വലിയ പ്രക്ഷോഭത്തിലാണ്. എന്താ പ്രക്ഷോഭത്തിൻ്റെ കാരണം? കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനം രാജ്യത്തിൻ്റെ ഭരണഘടനാ തത്വങ്ങൾക്കെതിരാകുന്ന രീതിയിൽ ജനാധിപത്യ താൽപ്പര്യങ്ങളെ തകർക്കുന്ന തരത്തിൽ ചർച്ചയില്ലാതെ വോട്ടെടുപ്പില്ലാതെ 3 കാർഷിക ബില്ലുകൾ പാസാക്കി. ഈ കർഷക സമരവും ഇപ്പോൾ പറഞ്ഞ മറ്റു കാര്യങ്ങളും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടായി മാറി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഞാൻ പറഞ്ഞു വരുന്നത് അതിലേക്കാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ പ്രശ്നങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഈ കാർഷിക നിയമം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള സമരം ഇന്ത്യ രാജ്യത്ത് നടക്കുക. 8-ാം തീയതി ദേശീയ ഹർത്താൽ പ്രഖ്യാപിച്ചേക്കാണ് കൃഷിക്കാർ. ഈ നിയമം പിൻവലിക്കാതെ ഞങ്ങളിനി പുറകോട്ടില്ല എന്നാണ് പ്രഖ്യാപിച്ചേക്കുന്നത്. എന്താ കോൺഗ്രസ് ഇതിനോട് സ്വീകരിക്കുന്ന സമീപനം? ഈ ബില്ല് ചർച്ച ചെയ്യുന്ന സമയത്ത് പാർലമെൻറ്റ് സമ്മേളനത്തിൽ രാവിലെ 8 മണിക്ക് 19 UDFൻ്റെ MP-മാർ കേരളത്തിൽ നിന്നുള്ളവരിൽ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള 5 MP-മാർ രാവിലെ 8 മണിയുടെ ഫ്ലൈറ്റിന് ഡൽഹിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മടങ്ങിപ്പോന്നു. രാജ്യത്തിൻ്റെ ഭാവി ഭാഗതയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ബില്ല് ചർച്ച ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ കോൺഗ്രസും BJPയും, കോൺഗ്രസ് ജയിച്ചാൽ അധികം വൈകാതെ BJP ആകുമെന്ന് BJPക്ക് അറിയാം. അതുകൊണ്ട് കോൺഗ്രസിനെ BJP എതിർക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. BJPയും കോൺഗ്രസും ഒന്നിച്ചിരിക്കുകയാണ്. തെറ്റായ ആരോപണമാണ്. നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ് ഈ വിഷയത്തിൽ? ഇപ്പോൾ രാജേഷ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾ സഖ്യമാണ്, നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ മഴവിൽ സഖ്യമാണ്. എപ്പോഴും ഇടതുപക്ഷം പറയുന്ന ഒരു ഇതാണ്. അത് നമ്മൾ ശബരിമല വിഷയത്തിൽ കണ്ടതാണ്. ശബരിമല വിഷയം സുപ്രീം കോടതി ഒരു വിധി പാസാക്കിയപ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് കയറാമെന്നുള്ള അവസരം CPM ഉണ്ടാക്കുകയും ആ ശബരി സന്നിധാനം പോലും കളങ്കിതമാക്കിയ BJPയും ഇവർ തമ്മിലുള്ള ഈ മതേതര കേരളത്തെ ഛിന്ന ഭിന്നമാക്കുന്നതിന് വേണ്ടിയെടുത്ത അടവ് നയമാണ്. CPM എടുക്കുന്ന അടവ് നയം. അത് ലാവ്ലിൻ കേസിൽ നാം കണ്ടതാണ്. എത്ര തവണയാണ് ഈ ലാവ്ലിൻ കേസ്, CPMൻ്റെ പിണറായിക്കെതിരെയുള്ള കേസ് BJPയുടെ സർക്കാരും അത് മടക്കുന്ന കോടതിയും ഒക്കെ മാറ്റിവെക്കുന്നത്? നമ്മൾ നോക്കണം. നിയമവ്യവസ്ഥയെ പോലും BJP വെല്ലുവിളിപ്പിക്കുമ്പോൾ ഈ നരേന്ദ്രമോദിക്കെതിരെ ഒരു സമരം പോലും ചെയ്യാത്ത ഒരു സർക്കാരാണ് കേരളത്തിൽ പിണറായിയുടേത്. നമുക്ക് ഒരു ചെറു സമരം പോലും, കാർഷിക രക്ഷാമാർച്ചിനെ പറ്റി രാജേഷ് ചേട്ടൻ ഇപ്പോൾ പറയുണ്ടായി. കാർഷിക രക്ഷാമാർച്ച് നടത്തിയത് കോൺഗ്രസ്സാണ്. എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ കാർഷിക പ്രക്ഷോഭ ജാഥകൾ നടത്തി. അതിൽ പങ്കെടുത്തവരാണ് ഞങ്ങളെല്ലാവരും. ഇപ്പോൾ നോക്കൂ, കാർഷിക രക്ഷാമാർച്ച് BJP പ്രധാനമന്ത്രി യോഗത്തിന് വിളിക്കുന്നത് ആരെയാണ്? പഞ്ചാബിൻ്റെ മുഖ്യമന്ത്രി കേണൽ അമരീന്ദർ സിംഗിനെയാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ്? യെച്ചൂരിയെയല്ല. അവിടെയാണ് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ദേശീയ അധ്യക്ഷൻ BV ശ്രീനിവാസ് ഈ കാർഷിക രക്ഷാമാർച്ചിൽ പങ്കെടുക്കുന്നവർക്ക് വെള്ളവും വെളിച്ചവും പായയും നൽകി, ഭക്ഷണവും നൽകിക്കൊണ്ട് ആ രക്ഷാമാർച്ചിനെ കോൺഗ്രസ് ഇപ്പോൾ പറയുന്നു അടിയന്തരമായി പാർലമെന്റ് മീറ്റിംഗ് കൂടണം, അത് ചർച്ച ചെയ്യണം, ഈ കരിനിയമങ്ങൾക്കെതിരെ പോരാടുവാൻ. രാജേഷിനോട് ചോദിച്ച അതേ ചോദ്യം മുസമ്മിലിനോടും ചോദിക്കുകയാണ്. ഇത്തരം ഈ കാര്യങ്ങൾ തന്നെയാണോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനിട? വോട്ടർമാർ ഇക്കാര്യമെല്ലാം നോക്കിയാണോ ഒരു UDFനും LDFനും വോട്ട് ചെയ്യുന്നത്? നമുക്കറിയാവുന്ന വസ്തുതയാണ്. നേരത്തെ രാജേഷ് ചേട്ടൻ പറഞ്ഞു, ജനങ്ങൾ കാണുന്നുണ്ട്. ഈ പൗരത്വ നിയമം തന്നെ നമുക്കെടുത്തറിയാം. BJP കൊണ്ടുവന്ന ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ബഹുസ്വരത രാജ്യമായ നമ്മുടെ ഇന്ത്യയെ വെട്ടിമുറിച്ചുകൊണ്ട് ചില വ്യക്തികൾക്ക് മാത്രം പൗരത്വം കൊടുക്കുമ്പോൾ ഇതിനെതിരെ ഇടതുപക്ഷത്തിൻ്റെ ഒരു MLA ഉള്ള ആരിഫ് പോലും പങ്കെടുത്തില്ല. കോൺഗ്രസിൻ്റെ 10 MP-മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അതിനെതിരെ പ്രക്ഷോഭം നടത്തി ജനകീയ പ്രക്ഷോഭങ്ങളെ
കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അവിടെ CPM മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. എന്നിട്ട് ഇപ്പം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഈ കള്ളത്തരങ്ങൾ പറയുന്നത് തികച്ചും ഈ അടിസ്ഥാനരഹിതമാണ്. നമുക്കറിയാം BJPയും ഈ CPM ഓരോ തൂവൽ പക്ഷികളാണ്. പശ്ചിമ ബംഗാളിൽ നാം അത് കണ്ടതാണ്. കാവി നിറച്ചാൽ കാവി, ഈ ചോപ്പ് നിറച്ചാൽ കാവി, എല്ലാവരും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് 22 MLA-മാരായി CPM-ന്റെ 7 പതിറ്റാണ്ട് ഭരിച്ച 35 വർഷം നിരന്തരം വെച്ച പശ്ചിമ ബംഗാളിൻ്റെ അവസ്ഥ എന്താണ്? എന്നിട്ട് പറയാ കോൺഗ്രസും ഈ BJPയും ഒന്നാണെന്ന്. BJPയുടെ മുദ്രാവാക്യം എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതമല്ലേ? കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയിട്ടാണ് ഓരോ കോൺഗ്രസ്സുകാരനെയും 15-20 ലക്ഷം കൊടുത്തിട്ടാണ് കോൺഗ്രസിൻ്റെ കോടികൾ കൊടുത്തിട്ടാണ് കോൺഗ്രസിൻ്റെ ഒരു MLA-മാരെയൊക്കെ വാങ്ങിക്കുന്നത്. ഇവിടെയോ CPM-ന്റെ MLA സ്ഥാനം രാജിവെക്കാതെയാണ് ഈ BJPക്ക് വേണ്ടി ഈ പശ്ചിമ ബംഗാളിലൊക്കെ മത്സരിക്കുന്നത്. രാജി പോലും വെക്കുന്നില്ല. ഷാലി, എങ്ങനെ പോയാലും BJPക്ക് നല്ല സമയമാണ്. ഇരുവരും ആരോപിക്കുന്നത് BJPയെ പറ്റിയാണ്. CPM ആരോപിക്കുന്നു കോൺഗ്രസും BJPയും തമ്മിലാണ് സഖ്യമെന്ന്. കോൺഗ്രസ് ആരോപിക്കുന്നു CPM-ഉം BJPയും തമ്മിലാണ് സഖ്യമെന്ന്. ഇപ്പോൾ BJPക്ക് നല്ല കാലം തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം കേരളത്തിൻ്റെ BJPയുടെ വളർച്ചയുടെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ 5 വർഷം മുമ്പുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 17 വാർഡുകളിലാണ് മത്സരിച്ചത്, ഒരു ബ്ലോക്ക് വാർഡിലും. ഇന്ന് 2020 ഞങ്ങൾ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ 21 വാർഡുകളിലും NDA സ്ഥാനാർത്ഥികളുണ്ട്. അതിൽ 19 എണ്ണത്തിൽ താമര ചിഹ്നത്തിൽ തന്നെ. 2 എണ്ണം ഞങ്ങളുടെ ഘടകകക്ഷികളെയാണ്. ഒന്നിൽ മോതിരവും ഒന്നിൽ മാങ്ങയാണ് ചിഹ്നം. ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഒരു ബ്ലോക്ക് ഡിവിഷനിലാണ് ആളെ നിർത്തിയത്. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ പെടുന്ന 4 ബ്ലോക്ക് ഡിവിഷനിലും അതിൽ 3 എണ്ണത്തിലും BJP സ്വന്തം ചിഹ്നത്തിൽ താമരയിലും 1 എണ്ണത്തിൽ ഞങ്ങളുടെ ഘടകകക്ഷിയുടെ ചിഹ്നത്തിലും മത്സരിക്കുന്നു എന്നതാണ് BJPയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നേരത്തെ LDF-ൻ്റെ പ്രതിനിധി പറഞ്ഞു BJP സംസാരിക്കുമ്പോൾ കോൺഗ്രസിനെ കുറിച്ചൊന്നും പറയുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ 2 എണ്ണം ഇല്ല. LDF-ഉം UDF-ഉം ഇല്ല ഞങ്ങളുടെ ദൃഷ്ടിയിൽ. LUDF ഉള്ളൂ. കാരണം ഇത് രണ്ടും ഒന്നാണ്. മധ്യപ്രദേശിലായാലും മറ്റു പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ട കാഴ്ച അതാണ്. ഇത് തന്നെയാണ് കേരളത്തിലെ അവസ്ഥ. അപ്പോൾ ഞങ്ങൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 2 പേർക്കും ചേരാവുന്ന രീതിയിലാണ് ഞങ്ങൾ പറയണത്. അത് തന്നെ ഞങ്ങൾ ചെയ്യണതും. ഇനി വികസനം, ഞങ്ങൾ വോട്ടർമാരോട് ചെന്നിട്ട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. വീടുകളിൽ ചെന്നിട്ട് എനിക്കറിയില്ല, നമ്മുടെ LDF-ൻ്റെ പ്രതിനിധിക്ക് അറിയുമോ, നമ്മുടെ പഞ്ചായത്തിൽ എത്ര പേർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ വർഷത്തിൽ കിട്ടുന്നുണ്ടെന്ന് LDF-ൻ്റെ പ്രതിനിധിക്ക് അറിയുമോ? പറഞ്ഞു തരാൻ പറ്റുമോ? വേണമെങ്കിൽ ഞാൻ വാർഡ് അടിസ്ഥാനത്തിലുള്ള കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ വീടുകളിൽ ഒന്ന് ചോദിക്കുകയാണ്. വോട്ട് ചോദിച്ചു ചെല്ലും. വോട്ടല്ല ഞങ്ങൾ ആദ്യം ചോദിക്കുന്നത്, അമ്മേ നിങ്ങൾക്ക് കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ കിട്ടുന്നുണ്ടോ? ചിലർ പറയും കിട്ടുന്നുണ്ട്. പക്ഷെ ഒരു ഭൂരിഭാഗം പേരും വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിലെ പറഞ്ഞത് കിട്ടുന്നില്ല. എന്തേ കിട്ടാതിരുന്നത്? ഞങ്ങളോട് ഞങ്ങളുടെ നേതാക്കന്മാർ വന്ന് പറഞ്ഞത് ഇത് നിങ്ങൾ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ള 10 സെൻറ്റും 5 സെൻറ്റും വീടും കേന്ദ്ര സർക്കാർ കൊണ്ടുപോകും. നിങ്ങൾക്ക് അതിൽ വീട് വെക്കാൻ പറ്റണ്ടോ, അതിനെ കൃഷിനിലമാക്കി മാറ്റും. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് വിശ്വസിച്ചതുകൊണ്ട് ഞങ്ങൾ അതിനെ അപേക്ഷിച്ചില്ല മക്കളെ. ഇനി ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ചോദിക്കുകയാണ്. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. നിങ്ങൾ റേഷൻ കാർഡിൻ്റെ കോപ്പി, ആധാറിൻ്റെ കോപ്പി, പാസ്ബുക്കിൻ്റെ കോപ്പി, കരടച്ച റെസീറ്റ് ഈ വർഷത്തെയും കഴിഞ്ഞ വർഷത്തെയും കൊണ്ട് അക്ഷയ സെൻറ്ററിൽ പോവുക, ഓൺലൈൻ അപേക്ഷിച്ച് അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കൃഷിഭവനിൽ കൊണ്ട് കൊടുക്കുക മാത്രമേ ചെയ്യുള്ളൂ. ഇത് ചെയ്യാനായിട്ട് കഴിഞ്ഞ കേന്ദ്ര സർക്കാർ ഇത് നടപ്പാക്കിയത് ഇപ്പോൾ 3ാമത്തെ വർഷമാണ്. ഏതെങ്കിലും ഒരു ജനപ്രതിനിധി ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഇരിക്കണം, ഞങ്ങളുടെ മെമ്പർ ഒഴികെ 20 പേരിൽ ആരെങ്കിലും അവരുടെ സ്വന്തക്കാരോടൊന്ന് പോയി പറഞ്ഞിട്ടുണ്ടോ? പാർട്ടി പ്രവർത്തകരോട്? ഈ പറയുന്ന നേതാക്കന്മാരെ എല്ലാവരും ഞാൻ പേര് വേണമെങ്കിൽ തരാം, അപേക്ഷിച്ച് അത് കൃത്യമായി വാങ്ങുന്നുണ്ട്. ഈ കിസാൻ സമ്മാൻ ഈ പദ്ധതിയെ കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് UDF-ഉം LDF-ഉം ഒരുപോലെ ഇപ്പോൾ കർഷകർ ഡൽഹിയിൽ മാർച്ചിൽ നടത്തുന്ന ഒരു സാധാരണ കർഷകന്റെ ടെലിഫോൺ കണ്ടിരുന്നോ നിങ്ങൾ ആരെങ്കിലും? ഒരു കർഷക സമരത്തിന് വരുന്ന ആള് ബെൻസ് കാറിലാണോ കർഷക സമരത്തിന് വരുന്നത്? പഞ്ചാബിലെ കർഷകർ അത്ര നിസ്സാരമായിട്ട് കാണുന്നില്ല. അവർ ഒരുപാട് അവർക്ക് ഒരു ഫോണും കാറും എല്ലാം മനസ്സിലാക്കണം. ഇവിടെ സമരം നടന്ന കർഷകരല്ല, ഇടനിലക്കാര്. എന്ന് വെച്ചാല് ഞാനൊരു നെൽകർഷകനാണ്. എന്റെ കയ്യിൽ ഒരു 1000 കിലോ നെല്ലുണ്ടെങ്കിൽ എനിക്ക് എന്റെ പഞ്ചായത്തിൽ വിറ്റാൽ അതിന് 50 രൂപ കിട്ടുള്ളൂന്നുണ്ടെങ്കിൽ ഞാനത് പുത്തഞ്ചിറ പഞ്ചായത്തിൽ കൊണ്ടുവന്നാൽ എനിക്ക് 60 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ എക്സ്പെൻസ് കുറവാണെങ്കിൽ ഞാനത് ചെയ്ത നഷ്ടാവോ? ഷാനിയുടെ നെല്ലിന് കേന്ദ്ര ഗവൺമെന്റ് ഇവര് പറയുന്നത് വെച്ചാല് ഇതിന്റെ ഇടയ്ക്ക് മുഴുവൻ കോർപ്പറേറ്റ് കയറി വരുന്നതാണ്. തെറ്റാണ്. കേന്ദ്ര സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറിയ പദ്ധതി ഉണ്ട്, ഇവർക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല. FPO, ഫാർമേഴ്സ് പ്രൊഡക്ഷൻ യൂണിറ്റ്. ഇത് മുഖാന്തരം ഈ വക സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് വിൽക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൻ്റെ
വിഭവങ്ങൾ ഉപയോഗിച്ച് എന്ത് നിർമ്മിക്കണം, അതിൽ നിന്ന് എന്ത് ഔട്ട്പുട്ട് ഉണ്ടാക്കണം, അത് ചെയ്യുന്ന ഒരു യൂണിറ്റിൻ്റെ പദ്ധതി കേന്ദ്രത്തിന് അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ടടക്കം സമർപ്പിച്ചിട്ടുള്ള ആളാണ് ഞാൻ. സഹകർ ഭാരതിയുടെ കീഴിലാണ് അത് നടക്കുന്നത്. ഓരോ ബ്ലോക്കിൻ്റെ കീഴിലും ഇതുപോലുള്ള ഫാർമേഴ്സ് പ്രൊഡക്ഷൻ യൂണിറ്റുകൾ വരുന്നു. നമ്മുടെ നാട്ടിലുണ്ടാവുന്ന വസ്തു, ഇപ്പോൾ എൻ്റെ ഗ്രാമത്തിലുണ്ടാവുന്ന വസ്തു എനിക്ക് അവിടെ നിർമ്മിക്കാവുന്ന സാധനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ അടുത്ത പഞ്ചായത്തിൽ മറ്റൊരു വസ്തു ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ഉണ്ടാക്കുന്ന യൂണിറ്റ് വരുന്നുണ്ട്. അങ്ങേക്കത് മനസ്സിലായി. പക്ഷേ പഞ്ചാബിലെയും ഹരിയാനയിലെയും നിരവധി കർഷകർക്ക് അവരെ ബോധ്യപ്പെടുത്തുന്നതിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര കാർഷിക മന്ത്രിക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ആ സമരം ഇന്നലെയും കൂടിയും അവർ ചർച്ചയ്ക്ക് എന്തുകൊണ്ട് വന്നു ആലോചിക്കേണ്ടത്. ഇല്ല, ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഒരു കാര്യം കൂടി, വികസനത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. കോണത്തക്കുന്ന് സ്കൂളിന്റെ 1 കോടി രൂപ എങ്ങനെ ലാപ്സായി? എന്തുകൊണ്ട് ലാപ്സായി? 1 രൂപ നഷ്ടമായിട്ടില്ല. 1 രൂപ നഷ്ടമായിട്ടില്ല. ഏത് ഫണ്ട്? ഏത് ഫണ്ട്? ഏത് ഫണ്ട്? ഒരു വിഷയത്തെ കുറിച്ചാണ്. കോണത്തക്കുന്ന് സ്കൂളിന്റെ വടക്ക് ഭാഗത്തുള്ള മതില് ഇടിഞ്ഞു വീണത് എത്ര നാളായി? 3 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് പാസ്സായിട്ടുണ്ട് അത് നിർമ്മിക്കാൻ. 11 ലക്ഷത്തിൽ കൂടുതൽ രൂപ സ്കൂളിന്റെ വസ്തുക്കൾ വിറ്റിട്ട് പഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം രാജേഷ് മറുപടി പറയും. അതിൽ ഇത്രയും നാളായിട്ട് ശരി രാജേഷ് മറുപടി പറഞ്ഞിട്ട് ഇനി ഇത് അറിയില്ല എന്ന് പറയരുത്. രാജേഷ് മറുപടി പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ, കോണത്തക്കുന്ന് സ്കൂളിന്റെ PT അല്ല, ഏത് ഫണ്ടാ? എൻ്റെ സുഹൃത്ത് ഷാനി പറയണത് കോണത്തക്കുന്ന് സ്കൂളിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ഫണ്ട് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ്. 220 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. അതെങ്ങനെയാ ലാപ്സ് ആവുക? ഞാൻ അതാ നേരത്തെ പറഞ്ഞ അറിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് പറയരുത്. ഞാൻ പറയട്ടെ, നിങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ 1 കോടി രൂപ സംസ്ഥാന സർക്കാരിന്റെ നിങ്ങൾ അതിന്റെ രേഖകൾ വെച്ച് നിങ്ങൾ സംസാരിക്കൂ. ഫിഷറീസ് വകുപ്പിൽ നിന്ന് വന്നേക്കണത്. നിങ്ങൾ അതിന്റെ രേഖ വെച്ച് സംസാരിക്കൂ. ഫിഷറീസ് വകുപ്പിൽ നിന്ന് വന്നേക്കണതിന്റെ പണി മാത്രം നടക്കണേ. 1 കോടി രൂപയുടെ അതിന്റെ ഒരു ഫണ്ടും കോണത്തക്കുന്ന് സ്കൂളിനെ സംബന്ധിച്ച് ലാപ്സ് ആയിട്ടില്ല. ഹോസ്പിറ്റലിലെ കിഴക്കോശ്ശേരി ഗവൺമെന്റ് സ്കൂളിലെ അവിടെ 9 മുറി ക്ലാസ് റൂമുകൾ പണിതിട്ടുണ്ട്. ഇതേ 1 കോടി രൂപയുടെ ഫണ്ട് കൊണ്ട് ഞങ്ങൾ പോയി കണ്ടു. ഞങ്ങളുടെ പഞ്ചായത്ത് എഞ്ചിനീയറും നമ്മുടെ പഞ്ചായത്തിന്റെ പറയട്ടെ, അല്ല അങ്ങനെയല്ല, നമുക്ക് മറുപടി പറയാനുള്ള സമയം കിട്ടണം. കോണത്തക്കുന്ന് സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ സൂചിപ്പിച്ചു. കോണത്തക്കുന്ന് സ്കൂളിന്റെ നേരെ കിഴക്ക് ഭാഗത്തുള്ള മതിലിടിഞ്ഞു വീണു. എത്ര? 15 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ചു. ഇപ്പം ഈ കഴിഞ്ഞ മഴക്കാലത്ത് മറ്റേ ഈ പറഞ്ഞ തെക്ക് ഭാഗത്തുള്ള മതിലിടിഞ്ഞു. വടക്ക് ഭാഗത്ത് ആ മതിലിടിഞ്ഞതിനും MLA ഫണ്ട് പാസ്സാക്കി എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഫണ്ട് കൊടുക്കാൻ പറ്റില്ല. അതിൻ്റെ നടപടിക്രമങ്ങളില്ലേ? ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇവിടെ BJPയുമായി ബന്ധപ്പെട്ട് കൃഷിക്കാർക്ക് കൊടുത്ത സഹായങ്ങളെ സംബന്ധിച്ച് പറയാണ്. സമ്മാൻ പദ്ധതി ആളുകൾക്ക് കിട്ടിയിട്ടില്ല. ഇവരീ പറയണ 6000 രൂപ ആളുകളുടെ ഞങ്ങൾ പറഞ്ഞ അങ്ങനെ മുടങ്ങുന്ന സംഗതിയാണോ? 2000 രൂപ ഒക്കെ ചില ആളുകളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. 2000 രൂപയൊക്കെ ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോ ഞാൻ എല്ലാവർക്കും ഞാൻ പറയുന്നത് കിട്ടിയിട്ടില്ല എന്നല്ല, വളരെ നിസ്സാരം വരുന്ന ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്താ തടയേണ്ട പ്രശ്നമുള്ളത്? ഞങ്ങൾ തടഞ്ഞാൽ അങ്ങനെ നിൽക്കുന്ന ആളുകളാണോ നാട്ടിലെ ജനങ്ങൾ? പൊട്ടന്മാരോ നാട്ടിലെ ജനങ്ങൾ? എന്താ ഇങ്ങനെ പറയണേ? അവർക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടാനുള്ള അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട വീട് പോകുന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അത് മലയാളി അങ്ങനെയാണോ? അത്രയ്ക്ക് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണോ? അത്തരത്തിൽ തിരിച്ചറിവില്ലാത്തവരാണോ? അല്ല. പിന്നെ ഇവരിപ്പോൾ പറഞ്ഞു ഇപ്പം എത്ര പെട്രോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായിട്ട് പെട്രോളിന്റെ ഡീസലിന്റെ വില എത്ര തവണ വർദ്ധിച്ചത്? പറയട്ടെ, വികസനവുമായി ബന്ധപ്പെട്ട് ഞാൻ ചേർത്ത് പറയുന്നു. സമ്മാൻ പദ്ധതിയുടെ കാര്യം ഞാൻ പൂർത്തിയാക്കട്ടെ. ഇപ്പോ ഇവിടെ നെൽ കർഷകനാണ് ഷാനി എന്ന് എൻ്റെ സുഹൃത്ത് ഷാനി പറഞ്ഞല്ലോ. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന് നെല്ലിന് കൊടുക്കുന്ന പണം പൈസ എത്രയാ? സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കുന്നത് എത്രയാ? കേന്ദ്ര ഗവൺമെന്റിനേക്കാൾ ഇരട്ടി പണം കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഇത്തവണ സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപിച്ചു 1 ഹെക്ടർ നെൽകൃഷി ചെയ്യുന്ന ആൾക്ക് 2000 രൂപ റോയൽറ്റിയാണ് കൊടുക്കണേ. ഇന്ത്യയിൽ വേറെ സംസ്ഥാനത്തുമില്ല. BJP ഭരിക്കുന്ന സംസ്ഥാനമില്ല ഇന്ത്യയിൽ.
കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി കർഷക ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു ഈ ഗവൺമെന്റ്. നടപ്പിൽ വന്നേക്കാണ്. 5000 രൂപ പെൻഷൻ കൊടുക്കാണ് കർഷകന് മാസത്തിൽ. കഴിഞ്ഞിട്ടില്ല. ഇവിടെ പറഞ്ഞ പ്രശ്നമാണ്. ഷാലിക്ക് ഞാൻ അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാലി പറയൂ, എന്താ പെട്ടെന്ന് പറഞ്ഞു. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തില് 1-ാം ഭാഗത്ത് അപേക്ഷിച്ച് 5000-ൽ പരം പേർക്ക് വാർഡ് തിരിച്ച് കണക്ക് വേണമെങ്കിൽ 1-ാം വാർഡിൽ 252 പേര്, 2-ാം വാർഡിൽ 151 പേര്, 3-ാം വാർഡിൽ 132 പേര്, 4-ാം വാർഡിൽ 194 പേര്, 5-ാം വാർഡിൽ 183 പേര്. അവർക്ക് കിട്ടിയ പൈസ 211 പേര്. എത്ര പൈസ കിട്ടി? 7-ാം വാർഡിൽ 286 പേര്, 8-ാം വാർഡിൽ 166 പേര്, 9-ാം വാർഡിൽ 183 പേര്, 10-ാം വാർഡിൽ 122 പേര്, 11-ാം വാർഡിൽ 12-ാം വാർഡിൽ 70 പേര്, 13-ാം വാർഡിൽ 60 പേര്, 14-ാം വാർഡിൽ 289 പേര്, 15-ാം വാർഡിൽ 286 പേര്, 16-ാം വാർഡിൽ 242 പേര്, 17-ാം വാർഡിൽ 149 പേര്, 18-ാം വാർഡിൽ 222 പേര്, 19-ാം വാർഡിൽ 198 പേര്, 20-ാം വാർഡിൽ 211 പേര്, 21-ാം വാർഡിൽ 185 പേർക്ക് 6000 രൂപ വർഷം അവരുടെ അക്കൗണ്ടിൽ ആദ്യ ഗഡു വന്നു. ഇനി ഈ വർഷത്തെ ലാസ്റ്റ് ഡിസംബറിൽ വരാനുണ്ട്. ഇപ്പോൾ നോക്കൂ, 15 ലക്ഷം രൂപ ഓരോ പൗരന്റെയും അക്കൗണ്ടിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ മോദി സർക്കാരാണ് ഈ പറയുന്നത്. 15 ലക്ഷം രൂപ ഓരോ പൗരന്റെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ ഈ മോദി സർക്കാർ കോർപ്പറേറ്റുകളും അദാനിക്കും അംബാനിക്കും വേണ്ടി കള്ളപ്പണം തിരിച്ചു കൊണ്ടുവന്ന് പറഞ്ഞ മോദി സർക്കാർ ഇന്ന് പാവപ്പെട്ടവരെ അനുദിനം പെട്രോളിന്റെ വില നോക്കൂ. ലോകത്തിൽ എവിടെ എടുത്താലും ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന രാജ്യമായിക്കൊണ്ട് ഇന്ത്യയെ മാറ്റി. ഈ വിഷയത്തെ കുറിച്ച് കിസാൻ സമ്മാൻ പദ്ധതി ഈ തുച്ഛമായ ജനങ്ങൾക്ക് ഇത് പഞ്ചായത്ത് 21 വാർഡുകളിലും ഒന്നാം ഗഡുവായിട്ട് 2-ാം ഗഡു വരാനിരിക്കുന്നു. അങ്ങനെ വരുമ്പോ നേരത്തെ 15 ലക്ഷം രൂപ ഈ അടുത്ത ഓരോ പൗരന്റെ അക്കൗണ്ടിലേക്കും എവിടെയാണ് 5 വർഷം മോദി സർക്കാർ ഇപ്പൊ 7-ാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന ഈ സമയത്ത് 4 ലക്ഷം കർഷകർ തലസ്ഥാനത്ത് 4 ലക്ഷം കർഷകരാണ്. 4 ലക്ഷം കർഷകർ ബോർഡറിൽ സമരം ചെയ്യുന്നു. അവരെ എന്തെന്നാണ് വിളിച്ചത്? ഖാലിസ്ഥാൻ തീവ്രവാദികൾ എന്ന് വിളിച്ച് അതിനെ ആക്ഷേപിച്ച് ആ സമരത്തെ ഈ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചു. അവരെ തീവ്രവാദികളാക്കി മാറ്റി. അവരും ഈ നാടിൻ്റെ പൗരന്മാർ തന്നെയല്ലേ? അവരെ ഏതൊരു സമരത്തെയും തീവ്രവാദികളും ഭീകരവാദികളും ആക്കിക്കൊണ്ട് മോദി സർക്കാരിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങുന്നവർക്ക് അദാനിക്കും അംബാനിക്കും വേണ്ടി മാത്രം കൃഷിയിടങ്ങളെ മാറ്റിമറിക്കാനാണ് കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്നത്. അദാനിക്കും റിലയൻസ് അല്ലേ കുത്തക വ്യാപാരികൾ കൃഷിയിടങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നാളെ കൃത്രിമ ക്ഷാമം ഉണ്ടാക്കിക്കൊണ്ട് വില അവർ നിയന്ത്രിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാർഷിക ബില്ലിൽ വരുന്ന മാറ്റം. ഇതാണ് പ്രതിപക്ഷം എതിർത്തുകൊണ്ടിരിക്കുന്നത്. ഉടനെ പാർലമെന്റ് മീറ്റിംഗ് കൂടണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ട് കൂടുന്നില്ല? എന്തുകൊണ്ടാണ് BJP അതിന് തയ്യാറാവാത്തത്? പ്രധാനമന്ത്രി മുട്ടുമടക്കേണ്ടി വന്നില്ലേ? ഈ ആഭ്യന്തരമന്ത്രിക്ക് പോലും ചർച്ചയ്ക്ക് വിളിക്കേണ്ടി വന്നില്ലേ? ഞങ്ങൾ സ്ഥലം തരില്ല, രാംലീല മൈതാനി തരില്ല എന്ന് പറഞ്ഞവർ ഇന്ന് ചർച്ചയ്ക്ക് വരേണ്ട അടുത്ത ബുധനാഴ്ച ചർച്ചയ്ക്ക് വരുമെന്നല്ലേ പറഞ്ഞത്. ഒരു കാര്യം പറയാൻ അവസരം തരുമോ? പെട്രോൾ വിലയെ കുറിച്ച് പറഞ്ഞു. പെട്രോൾ വില കൂടുന്നത് കേന്ദ്ര സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തമാണോ? കേന്ദ്ര സർക്കാരിന് 1 ലിറ്റർ പെട്രോൾ വിറ്റാൽ എത്ര കാശ് കിട്ടും? സംസ്ഥാന സർക്കാരിന് എത്ര കാശ് കിട്ടും? ഇവർ രണ്ടുപേരും പറയോ? എന്നിട്ട് ഇതിനെ ഈക്വൽ ആക്കുകയാണെങ്കിൽ ആരായിരിക്കും കുറയ്ക്കേണ്ടി വരിക? അതെ, ഞാൻ ഒരു ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ? 50 രൂപയ്ക്ക് കേരളത്തിൽ പെട്രോൾ കൊടുക്കുന്ന. എന്നിട്ടിപ്പോൾ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ നോക്കുക. ഇവരെ പൂർണ്ണമായി നേരത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞല്ലോ കോർപ്പറേറ്റുകൾക്ക് ഞങ്ങൾ അനുകൂലമാണെന്ന്. അതേ, സംശയമില്ല. ഇന്ത്യയിലെ കോർപ്പറേറ്റുകളാണ് പെട്രോളിയം മേഖല കൈകാര്യം ചെയ്യുന്നത്, പ്രത്യേകിച്ച് റിലയൻസ്. അതുകൊണ്ട് തന്നെ അവർക്ക് കൊള്ളലാഭമൊരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായമാണ് കേന്ദ്ര BJP ഗവൺമെൻറ് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അടിക്കടി വില വർദ്ധിപ്പിച്ചുകൊണ്ട് എടുക്കുന്ന നിലപാടിലൂടെ. 2 ദിവസം മുമ്പ് ഒരു കുറ്റി ഗ്യാസിന് 50 രൂപ കൂട്ടി. ഒരു കുറ്റി ഗ്യാസിന് 2 ദിവസം മുമ്പ് 50 രൂപ കൂട്ടി. എന്ത് മറുപടി അവർക്ക് പറയാനുള്ളത്? എന്ത് സഹായം? ഇവര് നാട്ടിലെ ജനങ്ങൾക്ക്
ബി ജെ പി തെരഞ്ഞെടുപ്പിൽ അടിച്ചിറക്കിയിട്ടുള്ള നോട്ടീസുകളിലൊരു 10,000 ആനുകൂല്യങ്ങൾ ആളുകൾക്ക് കൊടുക്കുന്നതായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആകെ പറഞ്ഞാൽ ഈ കൃഷി ആയി ബന്ധപ്പെട്ട ആനുകൂല്യമല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഈ കോവിഡ് കാലത്ത് ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, ഈ കോവിഡ് കാലത്ത് 20,000 കോടി രൂപയുടെ പാക്കേജ് നരേന്ദ്രമോദിയും നിർമ്മല സീതാരാമനും കൂടി പ്രഖ്യാപിച്ചു. ഒരു നയാ പൈസയുടെ സഹായം ഈ കേരളത്തിലെയോ ഇന്ത്യയിലെയോ സാധാരണക്കാരനോ പാവപ്പെട്ടവനോ കിട്ടിയോ? 2% തുകയാണ് 20,000 കോടിയിൽ പാവപ്പെട്ടവന് കിട്ടിയുള്ളൂ. ബാക്കി 98% തുകയും ഇന്ത്യ രാജ്യത്തെ കോർപ്പറേറ്റുകൾക്ക് ആണ് കിട്ടിയത്. ഇവിടുത്തെ കൃഷിക്കാരനോട് പറഞ്ഞത് എന്താ? നിങ്ങൾ പോയി ബാങ്കിൽ പോയി വായ്പ എടുത്തോ കോവിഡിൻ്റെ കാലത്ത് എന്നാണ്. ബാങ്കിൽ പോയി വായ്പ എടുക്കാൻ കൃഷിക്കാരൻ്റെ ബാങ്കിൻ്റെ പടിയിലേക്ക് വരെ അവൻ അടുപ്പിക്കില്ല. എന്താ? അവൻ നേരത്തെ എടുത്ത വായ്പ അടയ്ക്കാൻ കഴിയാതെ കുടിശ്ശിക വന്ന് ജപ്തി നടപടി നേരിടാണ്. ഈ എല്ലാ തരത്തിലുള്ള ലോണുകളും വാങ്ങിയെടുക്കുന്നത് ഇവിടുത്തെ ചില കോർപ്പറേറ്റ് ശക്തികളാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഒരു സഹായവും നാട്ടിലെ സാധാരണക്കാർക്കോ ആളുകൾക്കോ വേണ്ടി BJP ഗവൺമെന്റ് ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടതുണ്ട്. അവസാനമായി ചോദിക്കുകയാണ് ഷാലി, കഴിഞ്ഞ തവണ വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് ഒരു സീറ്റിലാണ് BJP വിജയിച്ചത്. ഒരു മെമ്പർ ആദ്യമായി അക്കൗണ്ട് തുറന്നു. ഇത്തവണ നിങ്ങൾ വെള്ളാങ്കല്ലൂർ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഇതിന് മറുപടി പറയുന്ന മുമ്പ് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. കിസാൻ സമ്മാൻ നിധി അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. മോദി സർക്കാർ നടപ്പാക്കിയ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. എല്ലാവർക്കും ബാങ്കിൽ അക്കൗണ്ട്. ബാങ്കിൽ ജൻധൻ അക്കൗണ്ടുള്ള ഇന്ത്യയിലെ മുഴുവൻ സ്ത്രീകൾക്കും കോവിഡ് കാലത്ത് 500 രൂപ വീതം 1,500 രൂപ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് സംശയം ഉണ്ടെങ്കിൽ ബാങ്കിൽ പോയി പരിശോധിക്കാം. ഡീറ്റെയിൽസ് കണക്ക് വേണമെങ്കിൽ ഞാൻ തരാം. വേണോ? എത്ര പേർക്ക് കിട്ടിയെന്നുള്ളതിൻ്റെ കണക്ക് ഞാൻ തരാം വേണമെങ്കിൽ. പിന്നീട് ഇപ്പോൾ ചാനലിലായതുകൊണ്ട് തരുന്നില്ല. കിട്ടിയിട്ടുണ്ട്. ഇതുമാതിരി ഒട്ടനവധി കാര്യങ്ങൾ, ഒരെണ്ണമല്ല. ഞങ്ങൾ ഈ ഒരു കാര്യം പറഞ്ഞല്ല ജനങ്ങളുടെ അടുത്ത് ചെല്ലുന്നേ. ഇപ്പോൾ പെൺകുട്ടികളെ പഠിപ്പിക്കാൻ ബേട്ടി ബചാവോ ബേട്ടി പഠാവോ പദ്ധതി, സുകന്യ യോജന, നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ എത്ര ഇരട്ടിയാണ് 21 വയസ്സാ കുട്ടിക്കാവുമ്പോൾ കിട്ടുന്നതെന്നുള്ള കാര്യം ഒന്ന് ഇവരാരെങ്കിലും മെമ്പർമാരോട് പറഞ്ഞിട്ടുണ്ടോ? പറയില്ല. കാരണം കേന്ദ്ര പദ്ധതികളെ എന്നും പേര് മാറ്റി സ്വന്തമാക്കുക. ഇപ്പോൾ ലൈഫ് മിഷൻ തന്നെ നോക്കിയാൽ മതി. വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൻ്റെ 19-ാം വാർഡിൽ SC/ST വിഭാഗത്തിന് വേണ്ടി ഫ്രെയിമാക്കി നിർത്തിയിട്ടുള്ളൊരു സാധനം 6 വീട്ടുകാർക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട്. ഇതുവരെ അതിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. SC/STക്ക് വേണ്ടി ജനറൽ ഇതിനു വേണ്ടി എന്താണ് BJP ഇത്തവണ പ്രതീക്ഷിക്കുന്നത്? BJP ഇത്തവണ വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് ആര് ഭരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കും. എന്ന് വെച്ചാൽ ഞങ്ങളായിരിക്കും അവിടുത്തെ മാൻഡേറ്റ് തീരുമാനിക്കുന്ന ആൾക്കാർ. കാരണം ഇടതുപക്ഷവും വലതുപക്ഷവും, ഇടതുപക്ഷം ഭരിക്കാൻ പോയിട്ട് ആ പരിസരത്തേക്ക് എത്താൻ പറ്റുമെന്നുള്ള പേടിയിലാണ്. ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ വർഷം നമ്മുടെ പഞ്ചായത്തിനെ ഭരിച്ചുന്നതങ്ങളിലേക്ക് എത്തിച്ച പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും പോലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ധൈര്യമില്ല. അവർ ബ്ലോക്കിലേക്ക് പോയി, പഞ്ചായത്തിന്റെ ഭാഗത്തേക്ക് വരുന്നില്ല. ഇനി പേടിയുടെ അടുത്തൊരു ഭാഗം ഞാൻ പറയാം. പേടിയുടെ അടുത്തൊരു ഭാഗം, ഒരു വാർഡിൽ ഒരു 3 മാസം മുമ്പായ ഒരു കേസിന്റെ ഒരു വാർത്ത ഇന്നലെ മിനിനാളായിട്ട് നിങ്ങൾ പത്രത്തിൽ കണ്ടു കാണും. മദ്യപാനവുമായിട്ട് ബന്ധപ്പെട്ട് ഇതേ കേസ് തിരിച്ചു വെച്ചിങ്ങാഞ്ഞ് മിനിയും നാളെ ഞങ്ങളുടെ 2-3 പിള്ളേരെയാണ് പിടിച്ചുകൊണ്ടുപോയി. ഞങ്ങൾക്ക് അതുകൊണ്ടൊന്നും സംഭവിക്കാനില്ല. കാരണം ഞങ്ങളുടെ ജനങ്ങൾക്കറിയാം. ഈ എന്നുവെച്ചാൽ പോലീസിൻ്റെ റിപ്പോർട്ട് എന്തായിരുന്നു? ഇവരിവിടെ നിന്ന് മുങ്ങിപ്പോയ ആൾക്കാരാണ്. അതിൽ പ്രധാന ആൾ കോണത്തക്കുന്നിൽ വെള്ളാങ്കല്ലൂർ പഞ്ചായത്തിൽ ടാക്സ് കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന കടയിൽ ആ ദിവസം പോലും കച്ചവടം നടത്തിയ ആളാണ്. ബാക്കിയുണ്ടായിരുന്ന 2 പേര് എന്നോടൊരുമിച്ച് കാര്യമാത്ര വാർഡിൽ വീടാന്തരം കയറി ഇറങ്ങിയവരെയാണ്. ഇവരെയാണ് ഇവരുടെ ചില സമ്മർദ്ദത്തിന്റെ വകയായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞ് ഇങ്ങനൊരു വകുപ്പുണ്ടാക്കിയ. പഞ്ചായത്തില് ഇടതാണോ പെടത്താണോ ഭരിക്കുക? 16-ാം തീയതിക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. 16-ാം തീയതി കഴിഞ്ഞാൽ BJP തീരുമാനിക്കും വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത്. 16-ാം തീയതി അല്ല, 16-ാം തീയതി വോട്ടെണ്ണുന്നത് 10-ാം തീയതി വോട്ടെടുപ്പേ നടക്കുള്ളൂ. 16-ാം തീയതി അത് കഴിഞ്ഞാൽ പിന്നെ BJP തീരുമാനിക്കേണ്ട കാര്യം എന്താ പറയൂ? അതൊക്കെ ഓരോരുത്തരുടെ അവകാശവാദങ്ങൾ മാത്രമാണ്. അതിലൊന്നും നമുക്ക് തർക്കമില്ല. മോഹിക്കാൻ എല്ലാവർക്കും അവകാശമുള്ളതുപോലെ BJPക്കും മോഹിക്കാം. കോൺഗ്രസ് ഇത്തവണ പഞ്ചായത്തിൽ തിരിച്ചു പിടിക്കും. അതിനായി ശക്തമായ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച പൊതുരംഗത്തും ജനസ്വീകാര്യതയുമുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചുകൊണ്ട് നല്ല ചിട്ടവട്ടമായ പ്രവർത്തനങ്ങളായി മുന്നോട്ട് വന്നു. ലോക്സഭാ ഇലക്ഷനിൽ കിട്ടിയ ആ മാൻഡേറ്റ് UDFന് കിട്ടും. അതിനുവേണ്ടി ഒരു സൽഭരണമാണ് ഈ അഴിമതിക്കും വർഗീയതയ്ക്കും കൊലപാതക രാഷ്ട്രീയത്തിനുമെതിരെ
ഒരു വശത്ത് വർഗീയതയാണെങ്കിൽ മറുവശത്ത് കൊലപാതക രാഷ്ട്രീയം. ഇത് രണ്ടും നമ്മുടെ നാടിന് ആപത്താണ്. ഇന്ത്യ എന്ന ബഹുസ്വരതയെ കാത്തുസൂക്ഷിക്കാൻ വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് ഒരു മാതൃകയായിക്കൊണ്ട് ഒരു സൽഭരണം ജാതിക്കും മതത്തിനും അതീതമായി ഏവരെയും ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കീഴിൽ ശക്തമായ ഒരു മതേതര മുന്നണി, ഐക്യമുന്നണി വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് സൽഭരണത്തിന് വേണ്ടി അതിനുള്ള ഒരു ഞങ്ങൾക്ക് ഈ അനുമതി ഈ വെള്ളാങ്കല്ലൂർ ജനങ്ങൾ ഇതുവരെ തന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മിക്ക ഒരു 14 സീറ്റ് വരെ ഞങ്ങൾക്ക് ഉറപ്പായി ഈ കഴിഞ്ഞു. നെക്ക് പോരാട്ടമാണ് ചില വാർഡുകളിൽ നടക്കുന്നത്. അവിടെയും ഞങ്ങൾ വിജയിക്കും. ഇടതുപക്ഷം അഴിമതി കൊണ്ടും ഈ മദ്യമാഫിയകളും മയക്കുമരുന്നും കൊണ്ട് മലീമസമാക്കിയ ഈ പാർട്ടിയുടെ സെക്രട്ടറി മകൻ പോലും മദ്യം വിളമ്പുന്ന ഒരവസ്ഥ, മയക്കുമരുന്ന് കൊടുത്ത് രാജ്യത്തെ ജനങ്ങളെ ഛിന്നഭിന്നമാക്കി മുന്നോട്ട് പോകുമ്പോൾ BJPയുടെ വർഗീയ രാഷ്ട്രീയം ജനങ്ങളെ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ ഭിന്നിപ്പിച്ച് മുന്നോട്ട് പോകുന്നവർക്കെതിരെ മതേതര ഐക്യം, കേരളത്തിന്റെ മതേതര മുഖമുണ്ട്. ഒരവസരം തരണം. BJPയുടെ വർഗീയ രാഷ്ട്രീയം എന്ന് പറഞ്ഞു. അല്ല, ഇന്ന് വൈകിട്ട് ഒരു 7:30 കൂടി അങ്ങൊന്ന് വെള്ളാങ്കല്ലൂർ മനക്കൽപ്പടിക്കലുള്ള SNDPയുടെ ഓഫീസിലൊന്ന് വരണം. സ്ഥാനത്തിന് വേണ്ടി പോകുന്നവരല്ല കോൺഗ്രസിനെ നയിക്കുന്നത്. കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നത് ജനാധിപത്യമാണ്. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഞാൻ ഇതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിക്ക് തുടർച്ചയുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി അവകാശപ്പെട്ടതുപോലെ കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ ഒരു സീറ്റിൽ വിജയിക്കാൻ വേണ്ടി BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു കയ്യബദ്ധമാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ വാർഡിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന് മാത്രമല്ല, വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു സീറ്റിൽ പോലും ജയിക്കാൻ BJPക്ക് കഴിയില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പിന്നെ കോൺഗ്രസിൻ്റെ സുഹൃത്ത് പറഞ്ഞത് വലിയ ഭൂരിപക്ഷത്തിന് അധികാരത്തിൽ വരും എന്നുള്ള നിലയിലൊക്കെയാണ്. ഞാൻ അതിലേക്ക് മറ്റ് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. കൊലപാതക രാഷ്ട്രീയത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, ഈ കേരളത്തിൽ ഏറ്റവും അധികം കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള പാർട്ടി കോൺഗ്രസ് അല്ലേ? ഈ അടുത്ത കാലത്തല്ലേ ഈ തൃശ്ശൂരിൽ കോൺഗ്രസ്സിനെ കൊല്ലുകയല്ലായിരുന്നു. അപ്പോൾ അതിലേക്കൊന്നും നമ്മളിപ്പോൾ പോകണ്ട. പോയി കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്. ഈ വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റിനെ മത്സരിപ്പിക്കാൻ പേടി എന്നുള്ള നിലയില പറഞ്ഞു. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് സീറ്റിലേക്കാണ് മത്സരിക്കുന്നത്. ഇത് വാർഡുകൾ വേണ്ടേ? വനിതാ വാർഡാവുമ്പോൾ വനിതകൾക്ക് മറ്റേ പുരുഷന്മാർക്ക് മത്സരിക്കാൻ പറ്റുമോ? പുരുഷ വാർഡാവുമ്പോൾ വനിതകൾക്ക് മത്സരിക്കാൻ പറ്റുമോ? അപ്പോൾ എന്താ കുഴപ്പം? LDF 8ാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ അവിടുത്തെ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച കഴിഞ്ഞ തവണ മെമ്പറായി നിന്ന നിഷ ഷാജിയെ മത്സരിപ്പിച്ചിട്ടുണ്ട്. ഒരു തർക്കമില്ല. അപ്പോൾ അവർക്ക് പ്രമോഷൻ കൊടുക്കുകയാണ് ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും പ്രമോഷനാണ്. പിന്നെ ഐക്യജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചോ അവരുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം വെള്ളാങ്കല്ലൂരിലെ ജനങ്ങൾക്കറിയാം, ഈ പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണി അണിനിരത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച്, അതിനെ നയിക്കാൻ അവർ നിശ്ചയിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ജനങ്ങൾ നന്നായി വിലയിരുത്തിയിട്ടുണ്ടെന്ന് മാത്രം ഞാൻ പറയണം. ജനങ്ങൾ നന്നായി വിലയിരുത്തും. ജനാധിപത്യത്തിൽ ജനങ്ങൾ തന്നെയാണ് ഏറ്റവും വലിയ ശക്തി. വെള്ളാങ്കല്ലൂർ ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പടനിലം 2020 ഇവിടെ സമാപിക്കുന്നു. രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് അഷ്ടമിച്ചിറ അവതരിപ്പിക്കുന്ന മാളാവിഷൻ പടനിലം 2020 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് അഷ്ടമിച്ചിറ. കോ സ്പോൺസേഴ്സ് CK കൺസ്ട്രക്ഷൻസ്, CK ജോൺസൺ മേലടൂർ, ഇല്ലിക്കൽ സ്വീറ്റ്സ് മാള, നീം കെയർ ഹോസ്പിറ്റൽ മാള, ആദർശ് TVS മാള, കിവീസ് കർട്ടൻസ് കൊമ്പടിഞ്ഞാമക്കൽ, സരസ്വതി വിദ്യാലയം പൂപ്പത്തി. രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് അഷ്ടമിച്ചിറ അവതരിപ്പിക്കുന്ന മാളാവിഷൻ. അഴകിവളിൽ പൊന്നായി പെയ്തതാര്, വധു ഇവളിൻ മോഹം കണ്ടതാര്, ഇനിവളെ എന്നും സുന്ദരിയാക്കും പെണ്ണിവളിൻ കൂട്ടായി കൂടെയെന്നും അവളറിയുന്നു രമ്യ, അവളണിയുന്നു
ആത്മബന്ധങ്ങൾക്കൊപ്പം സുവർണ മൂല്യങ്ങളോടെ രമ്യ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, രമ്യ ആർക്കേഡ്, അഷ്ടമിച്ചിറ. പഴമയും പുതുമയും ഒരുപോലെ സമന്വയിപ്പിച്ച് ഒട്ടനവധി ആരാധനാലയങ്ങൾ നൂതനവും മനോഹരവുമായ ഡിസൈനുകളിൽ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ നിർമ്മിച്ചു നൽകുന്നു. CK കൺസ്ട്രക്ഷൻസ്. ക്രിസ്ത്യൻ ചർച്ചുകൾ, ഓഡിറ്റോറിയങ്ങൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ എന്നിവയ്ക്ക് പുറമെ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്കും ഞങ്ങൾ സാക്ഷാത്കാരമേകുന്നു. വർഷങ്ങളുടെ അനുഭവ സമ്പത്തും വിദഗ്ധരായ തൊഴിലാളികളുടെ മികച്ച സർവീസും CK കൺസ്ട്രക്ഷൻസിന്റെ മാത്രം പ്രത്യേകതയാണ്. പ്ലാൻ, എസ്റ്റിമേഷൻ, സൂപ്പർവിഷൻ, 3D വാക്ക് ത്രൂ, ലാൻഡ്സ്കേപ്പ്, പ്രോജക്ട് മാനേജ്മെന്റ് ആൻഡ് ലേബർ കോൺട്രാക്ട് തുടങ്ങിയ സേവനങ്ങളും CK കൺസ്ട്രക്ഷൻസ്, മേലടൂർ, മാള. കോൺടാക്ട് CK ജോൺസൺ, ചക്കാലക്കൽ. ഫോൺ 9846185730. ഇല്ലിക്കൽ സ്വീറ്റ്സ്. മനസ്സറിയുന്ന രുചിഭേദങ്ങളുടെ പുത്തൻ രസക്കൂട്ടുമായി ഇല്ലിക്കൽ സ്വീറ്റ്സ് എന്നും നിങ്ങൾക്കൊപ്പം. വ്യത്യസ്തമാർന്ന കേക്കുകൾ കൊണ്ട് നമ്മെ ആനന്ദിപ്പിച്ച ഇല്ലിക്കൽ സ്വീറ്റ്സ് ഇപ്പോഴിതാ കൂടുതൽ മനോഹരമായ വെഡിംഗ് കേക്ക്സ്, ബർത്ത്ഡേ കേക്ക്സ്, ക്രിസ്മസ് കേക്ക്സ് എന്നിവ വേറിട്ട ഡിസൈനുകളിൽ കൊതിയൂറുന്ന സ്വാദോടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നു. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാർ ചെയ്ത സ്വാദിഷ്ടമായ ചിപ്സ് രുചിയുടെ പുത്തൻ അനുഭവം പങ്കുവയ്ക്കുന്നു. മധുരം ഇഷ്ടപ്പെടുന്നവർക്കായി ഒട്ടനവധി സ്വീറ്റ് വെറൈറ്റീസ്. ഇതിനു പുറമെ ഫ്രഷ് ഫ്രൂട്ട്സ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഐസ്ക്രീംസ്. സ്വാദിന്റെ തനിമയോടൊപ്പം വർഷങ്ങളുടെ മാധുര്യവും. ഇല്ലിക്കൽ സ്വീറ്റ്സ്, ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ, മാള. എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നു. നീം കെയർ ഹോസ്പിറ്റൽ, മെയിൻ റോഡ്, മാള. 30ഓളം വിദഗ്ധരായ ഡോക്ടർമാരും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, എല്ലുരോഗ വിഭാഗം, ഗൈനക്കോളജി വിഭാഗം, ജനറൽ, ലാപ്രോസ്കോപ്പിക് ആൻഡ് ഗ്യാസ്ട്രോ സർജറി, ഫാർമസി, ഡിജിറ്റൽ എക്സ്റേ, ECG, ലബോറട്ടറി. എല്ലാവിധ സർജറികൾക്കും ട്രീറ്റ്മെന്റുകൾക്കും കുറഞ്ഞ നിരക്കും മികച്ച സേവനവും വാഗ്ദാനം നൽകുന്നു. എല്ലാ വിഭാഗങ്ങളിലെ ചികിത്സകൾക്കും പ്രത്യേക രോഗനിർണയ പാക്കേജ്. 24 അവേഴ്സ് എമർജൻസി ആൻഡ് ട്രോമ കെയർ, ICU, ഡിജിറ്റൽ എക്സ്റേ, ലാബ്, ഫാർമസി, ആംബുലൻസ്. നീം കെയർ ഹോസ്പിറ്റൽ, മെയിൻ റോഡ്, മാള. ഫോൺ 04802894417, 9526008881. കിവി ഇന്റീരിയേഴ്സ്. നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളുടെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നതിന് അനുയോജ്യമായ കർട്ടൻ ബ്ലൈൻഡ്സ്, കർട്ടൻ ബ്ലെൻഡ്സ്, ഗ്രാസ് കാർപ്പറ്റ്, വാൾപേപ്പർ, ഇന്റീരിയേഴ്സ് കൂടാതെ നവീന രീതിയിലുള്ള ദിവാൻ, സെറ്റി, ഡൈനിങ് ടേബിൾ, കട്ടിൽ തുടങ്ങിയ ഫർണിച്ചറുകളും വിവിധ കമ്പനികളുടെ ബെഡുകളും ഗുണമേന്മയിലും കുടുംബ ബജറ്റിന് അനുയോജ്യമായ വിധത്തിലും ലഭ്യമാക്കാൻ കൊമ്പുടിഞ്ഞാമാക്കൽ സെന്റ് മേരീസ് പള്ളിയുടെ എതിർവശത്തുള്ള AVM കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കിവി ഇന്റീരിയേഴ്സ് സന്ദർശിക്കുക. ഞങ്ങളുടെ മുഖമുദ്ര ഗുണമേന്മ, വിശ്വസ്തത, കൃത്യനിഷ്ഠ. കിവി ഇന്റീരിയേഴ്സ്, AVM കോംപ്ലക്സ്, ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച്, കൊമ്പുടിഞ്ഞാമാക്കൽ. ഫോൺ 9846515112, 9447555512.